കഥ തുടരുന്നു. സോനു അജേഷിനോട് വിവരം പറയാൻ ഭാവിച്ചപ്പോഴേക്കും മാത്തുക്കുട്ടി അടുത്തെത്തി. അവളുടെ ഭാവവ്യത്യാസം അയാൾ കണ്ടിരുന്നു. എന്താ സോനു, ആരെ വിളിച്ചത്? മാത്തുക്കുട്ടി തിരക്കി. എൻ്റെ അമ്മ മരിച്ചു. കോട്ടയത്ത് ശാന്തി നിലയത്തിന്ന് സിസ്റ്ററെ വിളിച്ചേ, സോനു സങ്കടത്തോടെ പറഞ്ഞു. പോകണ്ടേ കുട്ടി നിനക്ക്? പോണം. ചെല്ലുമോന്നുള്ള കാര്യം പെട്ടെന്ന് അറിയിക്കണമെന്നാണ് സിസ്റ്റർ പറഞ്ഞത്. വിളിക്ക്, എത്തുമെന്ന് പറയേ. മോഹനെ കുട്ടി കാറിൽ നിന്നെ വിടാം, മാത്തുക്കുട്ടി പറഞ്ഞു. അത് കേട്ട് ഈശോയുടെ ഷേർലി അടുത്തേക്ക് കുതിച്ചെത്തി. ഹോ, എന്തൊരു സ്നേഹം! ഇങ്ങനെ നിൽക്കാതെ ഒന്ന് പൊത്തിപ്പിടിച്ച് ആശ്വസിപ്പിക്കേ. കൂട്ടത്തിൽ ചെന്ന് ഒരു പട്ട് കൂടി വാങ്ങിച്ചിട്. ഛീ, നാവടക്കടി, മാത്തുക്കുട്ടി ക്രുദ്ധനായി ഭാര്യയെ നോക്കി. നോക്കി പേടിപ്പിക്കണ്ട, പറയാനുള്ളത് ഞാൻ പറയും. ഷേർലി പരിസരം മറന്നു ഭർത്താവിന് നേരെ ചീറിയെത്തി. മാറിപ്പൊടി വിവരം കേട്ടവളെ, മാത്തുക്കുട്ടി ഭാര്യയെ തള്ളിയകറ്റി. അവർ ശപിക്കുകയും പിറുപിറുക്കുകയും ചെയ്തു. അവിടെ നടക്കുന്നതൊന്നും ശ്രദ്ധിക്കാതെ സോനു ശാന്തി നിലയത്തിലേക്ക് ഫോൺ വിളിച്ച് താൻ എത്തുമെന്ന് അറിയിച്ചു. അജേഷ് മാത്തുക്കുട്ടിയുടെ അടുത്തേക്ക് ചെന്നു. എങ്കിൽ മോഹൻ ചേട്ടനെ ഇപ്പോൾ പറഞ്ഞു വിടണ്ട. അയാൾ ഇവിടെ കാറുമായി നിൽക്കട്ടെ. സോനുവിനെ ഞാൻ എൻ്റെ കാറിൽ കൊണ്ടുപോകാം. നമ്മളിൽ ഒരാൾ ശവസംസ്കാരത്തിൽ പങ്കെടുക്കേണ്ടതല്ലേ? അത് നല്ല തീരുമാനമാണ്. എങ്കിലിനി ഒട്ടും താമസിക്കേണ്ട, വേഗം പുറപ്പെട്ടോളൂ, മാത്തുക്കുട്ടി പറഞ്ഞു. ഷേർലി അപ്പോൾ റിങ്കുമോളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് അങ്ങോട്ടെത്തി. ഇതിനെ കൂട്ടി കൊണ്ടുപോയിക്കോണം. നോക്കാനും വളർത്താനും ഒന്നും എന്നെ കിട്ടുകയല്ല, അവർ അരിശത്തോടെ പറഞ്ഞു. കൊണ്ടുപോയിക്കൊള്ളാം ആൻറ്റി, ഒട്ടും വിഷമിക്കേണ്ട, അജേഷ് പറഞ്ഞു. സോനു അപ്പോഴേക്കും റിങ്കുമോളെ എടുത്ത് ഒക്കത്ത് വെച്ചിരുന്നു. അജേഷും സോനുവും റിങ്കുമോളും മുറിവിട്ടിറങ്ങി. പാർക്കിംഗ് ഏരിയയിലെത്തി കാറിൽ കയറി. അജേഷ് കാർ അതിശീഘ്രം പായിച്ചു. യാത്രക്കിടയിൽ റിങ്കുമോൾ സോനുവിൻ്റെ മടിയിൽ തലവെച്ച് ഉറക്കം പിടിച്ചു. സോനു വാത്സല്യത്തോടെ അവളുടെ നെറുകയിൽ മെല്ലെ തലോടിക്കൊണ്ടിരുന്നു. സോനു, അമ്മയ്ക്ക് അസുഖം എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അജേഷ് തിരക്കി. അതെ, മാനസികരോഗിയായിരുന്നു. കഴിഞ്ഞ 10 വർഷമായി ശാന്തി നിലയത്തിലാണ്. 4 വർഷം മുമ്പ് അമ്മയുടെ അസുഖമൊക്കെ ഭേദമായെന്നും വീട്ടിലേക്ക് കൊണ്ടുപോയി കളയാനും പറഞ്ഞു. സിസ്റ്റർമാർ വിളിച്ചതാ, ആരും പോയില്ല. വീട്ടിലെ സാഹചര്യം അങ്ങനെയായിരുന്നു, സോനു പറഞ്ഞു. സംസ്കാരം അത് അവർ തീരുമാനിക്കും പോലെയാ. ഒരു സിസ്റ്ററാ ചുമതലക്കാരി. മരിക്കുന്നവരുടെ ബോഡി ബന്ധുക്കൾ ആവശ്യപ്പെട്ടാൽ വീട്ടിലേക്ക് കൊടുത്തുവിടും. ആരും എത്തിയില്ലെങ്കിൽ ക്രിസ്ത്യൻസിൻ്റേത് അടുത്തുള്ള പള്ളി സെമിത്തേരിയിൽ സംസ്കരിക്കും. മറ്റുള്ളവരുടേത് മുനിസിപ്പാലിറ്റി വക പൊതു ശ്മശാനത്തിൽ ദഹിപ്പിക്കുകയാണ് പതിവ്. സോനുവിൻ്റെ അമ്മയുടെ ദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകുകയല്ലേ? പണത്തിൻ്റെ കാര്യത്തിലൊന്നും വിഷമിക്കേണ്ട, ഞാനെല്ലാം ഏർപ്പാട് ചെയ്യാം. സോനു പെട്ടെന്ന് മറുപടി പറഞ്ഞില്ല. അവളുടെ നിറഞ്ഞ കണ്ണിൽ നിന്നും ഒരു നീർച്ചാൽ കവിളിലൂടെ ഒലിച്ചിറങ്ങി. എനിക്കിപ്പോൾ വീട്ടിലില്ല ജേഷേട്ടാ. ചേട്ടൻ എല്ലാം പണയപ്പെടുത്തി പണം വാങ്ങി സ്ഥലം വിടുകയായിരുന്നു, സോനു പറഞ്ഞു. ഹോ, ഞാനങ്ങനെ വിചാരിച്ചില്ല, സോറി കേട്ടോ. അജേഷിന് മനസ്താപം തോന്നി. സോനു മുഖം കുനിച്ചിരുന്നു. അജേഷ് പിന്നെയൊന്നും ചോദിച്ചില്ല. അവൾ പറഞ്ഞുമില്ല. യാത്ര മണിക്കൂറുകൾ നീണ്ടു. തിങ്കളാഴ്ച രാവിലെ 11 മണിയായപ്പോൾ കാർ കോട്ടയത്ത് ശാന്തി നിലയത്തിൻ്റെ മുറ്റത്തെത്തി. ആലസ്യത്തോടെ അജേഷും സോനുവും റിങ്കുമോളും പുറത്തിറങ്ങി. കോൺവെൻറ്റ് ചാപ്പലും ആതുരാലയവും കൂടിയ ഒരു സമുച്ചയമായിരുന്നു അത്. മുമ്പിൽ കന്യാമാതാവിൻ്റെ ഗ്രോട്ടോയും അതിനോട് ചേർന്നൊരു കൃത്രിമ തടാകവും ഉണ്ടായിരുന്നു. അജേഷും സോനുവും റിങ്കുമോളും സിറ്റൗട്ടിന് നേർക്ക് നടന്നു. അജേഷ് മണിയടിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ വാതിൽ തുറന്നു. 45 വയസ്സ് തോന്നിക്കുന്ന ഒരു സിസ്റ്റർ മുഖം കാണിച്ചു. ആരാ? ഞാൻ മേരിക്കുട്ടിയുടെ മോളാ, സോനു പറഞ്ഞു. സിസ്റ്ററിൻ്റെ മുഖത്ത് പെട്ടെന്നൊരു ഭാവമാറ്റമുണ്ടായി. കൂടെയുള്ളത് സഹോദരനോ ഭർത്താവോ? എൻ്റെ ഒരു ഫ്രണ്ടാ, സോനുവിൻ്റെ സ്വരം പതറി. വാ, കയറിയിരിക്കേ. സിസ്റ്റർ അവരെ സ്വീകരണ മുറിയിലേക്ക് ക്ഷണിച്ചിരുത്തി. പിന്നെ ഒന്നും പറയാതെ അവരെ നോക്കിയിരുന്നു. സിസ്റ്റർ, അമ്മയുടെ ബോഡി എവിടെയാ? സോനു ഉദ്യോഗത്തോടെ തിരക്കി. മോളെ, നീ ക്ഷമിക്കണം. വരുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും ഇന്ന് 10 മണിയോടെ മേരിക്കുട്ടിയുടെ മൃതദേഹം സംസ്കരിക്കേണ്ടി വന്നു. പ്രഷർ കൂടി തലയിലേക്ക് ഉള്ള ഞരമ്പ് പൊട്ടിയുള്ള മരണമായിരുന്നു. ബോഡിയിൽ നിന്നും നിലയ്ക്കാത്ത ബ്ലീഡിംഗ് ഉണ്ടായി. കാത്തിരുന്നാൽ അവസ്ഥ കൂടുതൽ വഷളാകുമെന്ന് കണ്ട് എല്ലാം നേരത്തെയാക്കി. സോനുവിൻ്റെ തല മരച്ചു. ചുണ്ടുകൾ വരണ്ടുണങ്ങി. ദേഹം വിയർപ്പിൽ കുതിർന്നു. ഒരു മൃതയെ പോലെ അവളിരുന്നു. സോനു ഒന്ന് പൊട്ടിക്കരഞ്ഞെങ്കിൽ എന്ന് അജേഷ് വിചാരിച്ചു. അതുണ്ടായില്ല. അമ്മയെക്കുറിച്ചുള്ള 1000 ചിന്തകൾ അവളുടെ ഹൃദയത്തിലേക്ക് ഇരമ്പി കയറുകയായിരുന്നു. അമ്മ തന്നെയാണ് ഏറ്റവും സ്നേഹിച്ചിരുന്നത്. ഇത്തിരി പോലും തിരിച്ചു നൽകാൻ കഴിഞ്ഞില്ല. അവസാനമായി കാണാനും പറ്റിയില്ല. എന്തൊരു ദുർവിധി! മക്കൾ ഉപേക്ഷിച്ച അമ്മ അനാഥയായി ജീവിച്ചു, മരിച്ചു. ആരുമില്ലാത്തവളായി സെമിത്തേരിയിലെ കുഴിമാടത്തിൽ വിലയം പ്രാപിക്കുകയും ചെയ്തിരിക്കുന്നു. സിസ്റ്റർ എഴുന്നേറ്റു. ടംബ്ലറിൽ നിന്നും വെള്ളം ഗ്ലാസ്സിൽ പകർന്ന് സോനുവിന് കൊടുത്തു. അവളത് വാങ്ങി ഒറ്റ വലിക്ക് കുടിച്ചു. മോളെ, അവസാനമായി അമ്മയെ കാണാൻ കഴിയാത്തതിൽ നിനക്ക് ദുഃഖവും നിരാശയും ഉണ്ടാകും. എന്ത് ചെയ്യാം? ദൈവനിശ്ചയം ഇങ്ങനെയായി. കഴിഞ്ഞ 3 വർഷമായിട്ട് മേരിക്കുട്ടി വളരെ സന്തോഷത്തോടെയാണ് ജീവിച്ചത്. കാര്യമായ അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വീട്ടിൽ പോകണമെന്നും എല്ലാവരെയും കാണണമെന്നും ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് വിളിച്ചപ്പോഴൊന്നും നിങ്ങളാരും ഒന്ന് വന്നതുപോലുമില്ല. പെട്ടെന്നുള്ളതാണെങ്കിലും മേരിക്കുട്ടിയുടെ അത് ഭാഗ്യമരണമാണ്. ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാതെ പോയി, സിസ്റ്റർ പറഞ്ഞു. സിസ്റ്റർ, ഞങ്ങൾക്ക് സെമിത്തേരിയിൽ ചെന്ന് പ്രാർത്ഥിക്കണമെന്നുണ്ട്, അജേഷ് പറഞ്ഞു. വരൂ, നമുക്ക് അങ്ങോട്ട് പോകാം. അജേഷും സോനുവും റിങ്കുമോളും സിസ്റ്ററിനൊപ്പം സെമിത്തേരിയിലേക്ക് നടന്നു.
റോണിയുടെ ഓപ്പറേഷൻ പൂർണ്ണ വിജയമായത് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിനും ഡോക്ടർമാർക്കും അഭിമാനവും ആഹ്ലാദവും നൽകി. ഡോക്ടർ സക്രിയ മാത്യുവിനെക്കുറിച്ച് പ്രധാന പത്രങ്ങളിൽ റൈറ്റപ്പ് ഉണ്ടായി. ഫേസ്ബുക്കിലും വാർത്ത വന്നു. 2 ദിവസത്തേക്ക് റോണി ഒബ്സർവേഷൻ റൂമിൽ തന്നെയായിരുന്നു. വ്യാഴാഴ്ച. അന്നാണ് റോണിയെ എഴുന്നേൽപ്പിക്കുന്ന ദിവസം. പ്രതീക്ഷയ്ക്കൊപ്പം ആശങ്കയും എല്ലാവരിലുമുണ്ടായി. മാത്തുക്കുട്ടിയെയും ഷേർലിയെയും അജേഷിനെയും സോനുവിനെയും അവൻ കിടക്കുന്ന മുറിയിലേക്ക് പ്രവേശിപ്പിച്ചു. ശാന്തമായ മുഖഭാവത്തോടെ ഡോക്ടർ സക്രിയ ബെഡിനരികെ നിന്നിരുന്നു. സുപ്രധാനമായ ഒരു ഓപ്പറേഷൻ വിജയിപ്പിച്ചതിൻ്റെ വ്യതിയാനമൊന്നും അദ്ദേഹത്തിനില്ല. സിസ്റ്റർ ഡോക്ടർ പവിത്രയ്ക്ക് ആഹ്ലാദവും അഭിമാനവും ഒപ്പം ആശ്വാസവുമുണ്ട്. റോണി ചുറ്റും നിൽക്കുന്ന പ്രിയപ്പെട്ടവരുടെ മുഖങ്ങളിലേക്ക് നോക്കി. മിസ്റ്റർ മാത്തുക്കുട്ടി, താങ്കളുടെ മകനെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. നടന്ന ഓപ്പറേഷൻ്റെ ഒരു സുപ്രധാന ഘട്ടമാണിത്. ഇവിടെയുള്ള എല്ലാവരും മനസ്സിൽ ദൈവത്തെ ഒന്ന് വിചാരിച്ചോളൂ, ഡോക്ടർ സക്രിയ മാത്യു പറഞ്ഞു. പ്രാർത്ഥന എപ്പോഴുമുണ്ട് ഡോക്ടർ, മാത്തുക്കുട്ടി കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു. സോനു, എന്താ ഇങ്ങനെ പിന്നിലേക്ക് മാറി നിൽക്കുന്നേ? മുമ്പോട്ട് വരണം. റോണിക്ക് കൈ നൽകി എഴുന്നേൽപ്പിക്കണ്ടേ? ഡോക്ടർ സിസ്റ്റർ പവിത്ര അവളെ നോക്കി പറഞ്ഞു. സോനു അനുസരണയോടെ റോണിയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ ഷേർലി മുഖം കറുപ്പിച്ച് പുറകിലേക്ക് വലിഞ്ഞു. കുട്ടി മടിക്കണ്ട, റോണിയുടെ കയ്യിൽ പിടിക്കൂ. അവനെ എഴുന്നേൽപ്പിക്കാൻ ഞങ്ങളും സഹായിക്കാം. ഡോക്ടർ സക്രിയ മാത്യു സോനുവിനെ പ്രോത്സാഹിപ്പിച്ചു. സോനു പുഞ്ചിരിയോടെ റോണിയുടെ കയ്യിൽ പിടിച്ചു. അജേഷും മാത്തുക്കുട്ടിയും 2 മെയിൽ നഴ്സുമാരും ചേർന്ന് പുറംഭാഗം താങ്ങി ഉയർത്തി. പ്രതീക്ഷിച്ചതുപോലെ ശരീരം വഴങ്ങി. അവൻ ബെഡിൽ എഴുന്നേറ്റിരുന്നു. പ്രിയപ്പെട്ടവരുടെ മുഖങ്ങളിൽ അത്ഭുതമാണ് നിഴലിച്ചത്. സന്തോഷം കൊണ്ട് റോണി കരഞ്ഞു. ഇതുകൊണ്ടായില്ല. എഴുന്നേറ്റോളൂ റോണി, സാധിക്കും, നിഷ്പ്രയാസം സാധിക്കും, ഡോക്ടർ സക്രിയ മാത്യു പറഞ്ഞു. റോണിയുടെ സ്വയം പരിശ്രമത്തിനൊപ്പം ഡോക്ടർ സക്രിയ മാത്യുവും മെയിൽ നഴ്സുമാരും സഹായിക്കുക കൂടി ചെയ്തപ്പോൾ അനായാസം എഴുന്നേൽക്കാൻ കഴിഞ്ഞു. കാൽമുട്ടുകൾക്കും നടുവിനും ഒരു വലിച്ചിൽ അനുഭവപ്പെട്ടെന്ന് മാത്രം. എൻ്റെ ദൈവമേ! ആഹ്ലാദം കൊണ്ട് നിലത്തെറ്റിയ മാത്തുക്കുട്ടി ഡോക്ടർ സക്രിയ മാത്യുവിൻ്റെ പാദത്തിലേക്ക് വീണു കരഞ്ഞു. എന്താ ഇത്? എന്നെയല്ല ആദരിക്കേണ്ടതും ബഹുമാനിക്കേണ്ടതും. ദാ നിൽക്കുന്നു അടുത്ത് എൻ്റെ കൊച്ചു സിസ്റ്റർ, ഡോക്ടർ സക്രിയ മാത്യു തടഞ്ഞു. പിടഞ്ഞെണീറ്റ മാത്തുക്കുട്ടി സിസ്റ്റർ ഡോക്ടർ പവിത്രയുടെ മുമ്പിൽ കൈകൂപ്പി നിന്നു. കണ്ണുകൾ നിറഞ്ഞൊഴുകി. വാക്കുകൾ വന്നില്ല. റോണിയുടെ ചായ, ഈ സന്തോഷം നമുക്ക് തന്നത് ഈശോയാണ്. അതോർത്താൽ മതി എപ്പോഴും, സിസ്റ്റർ പറഞ്ഞു. റോണി, നിന്നത് മതി, ഇനി ഇരുന്നോളൂ, ഡോക്ടർ സക്രിയ മാത്യു പറഞ്ഞു. അവ മെല്ലെ ബെഡിലേക്കിരുന്നു. സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാനാകാതെ നിൽക്കുകയായിരുന്നു ഷേർലിയും അജേഷും സോനുവും. ഇനി 4-5 ദിവസത്തേക്ക് ഫിസിയോതെറാപ്പി നടത്തേണ്ടി വരും റോണിക്ക്. അത് ഇവിടെ വച്ചുമാകാം, വീട്ടിൽ ചെന്നിട്ടുമാകാം. കുറേശ്ശെ നടന്നു തുടങ്ങുകയും ചെയ്യാം. വീട്ടിലേക്ക് പോകാനാണ് തീരുമാനമെങ്കിൽ ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്യാം, സിസ്റ്റർ പവിത്ര മാത്തുക്കുട്ടിയെ നോക്കി പറഞ്ഞു. ഫിസിയോതെറാപ്പി വീട്ടിൽ ചെന്നിട്ട് ആളെ വരുത്തി ചെയ്തോളാം സിസ്റ്റർ. എത്രയും പെട്ടെന്ന് പോകാനാണ് ഞങ്ങൾക്കിഷ്ടം, മാത്തുക്കുട്ടി പറഞ്ഞു. ശരി, അങ്ങനെയാകാം. ഞാൻ എൻ്റെ സാറിനെ യാത്രയാക്കട്ടെ, സിസ്റ്റർ പവിത്ര റോണിയെ ഒരിക്കൽ കൂടി നോക്കി പുഞ്ചിരിച്ചു. എല്ലാവരെയും നോക്കി കൈവീശിയ ശേഷം ഡോക്ടർ സക്രിയ മാത്യു സിസ്റ്റർക്കൊപ്പം നടന്നു നീങ്ങി. റോണിക്ക് പരിപൂർണ സുഖമായതിലുണ്ടായ ആഹ്ലാദം സോനുവിൻ്റെ മനസ്സിൽ നിന്നും പെട്ടെന്ന് മാഞ്ഞു. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ റോണിയും ബന്ധുക്കളും ഹോസ്പിറ്റൽ വിടും. തൻ്റെ ദൗത്യം പൂർത്തിയായിരിക്കുന്നു. വീടും ബന്ധുക്കളോ ഒന്നുമില്ലാത്ത താനിനി എങ്ങോട്ട്? അഭയവും സുരക്ഷിതത്വവും എവിടെ കിട്ടും? പാപത്തിൻ്റെ വഴികളിൽ നിന്നും ഇതുവരെ മാറി നടന്നു. തികച്ചും ഒറ്റപ്പെട്ടു പോയ തനിക്ക് ഇനിയും അതിന് കഴിയുമോ? ഹോസ്പിറ്റലിൻ്റെ ഇടനാഴിയിലേക്ക് ഇറങ്ങി തിരക്കൊഴിഞ്ഞ ഒരിടത്ത് സോനു ഏകയായി നിന്നു. അവളുടെ മനം നൊമ്പരത്തിരകൾ ഇരമ്പിയുയരുന്ന സാഗരമായി. സോനു, വിളികേട്ട് അവൾ മിഴിച്ചു നോക്കി. നേർത്ത പുഞ്ചിരിയോടെ അജേഷ് മുൻപിൽ. എന്താ ഇവിടെ ഇങ്ങനെ തനിച്ചു നിൽക്കുന്നേ? അവൻ തിരക്കി. ഇവിടുത്തെ എൻ്റെ ജോലി തീർന്നില്ല അജേഷ് ഏട്ടാ. ഇനി അങ്ങോട്ട് പോകുമെന്ന് എനിക്കൊരു നിശ്ചയവുമില്ല, സോനു ദീനമായി പറഞ്ഞു. എനിക്കുമറിയാം സോനു, കുറേ ദിവസം നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരുമിച്ച് പ്രവർത്തിച്ചു. നമ്മുടെ പരിശ്രമം വിജയിക്കുകയും ചെയ്തു. റോണി എത്രയും പെട്ടെന്ന് പഴയ അവസ്ഥയിലേക്ക് മടങ്ങിയേക്കും. ഇനി അവന് ധാരാളം ബന്ധുക്കളുണ്ടാകും, സ്നേഹിതരുണ്ടാകും. സ്നേഹം പ്രകടിപ്പിക്കാനും പരിചരിക്കാനും മത്സരമായിരിക്കും നടക്കുക. അവനെ എല്ലാവരും കൈവിട്ടപ്പോൾ നമുക്കാണ് അവനെ സഹായിക്കാൻ കഴിഞ്ഞത്. അജയ് ചേട്ടൻ ഒത്തിരി നല്ലവനാ. മോളെയും കൂട്ടി വന്ന് ഇവിടെ എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്തു. ഞാനും ഇപ്പോൾ ഒരു സഹായം ചോദിക്കുകയാണ്. എന്താ സോനു? എനിക്കൊരു ചെറിയ ജോലി ശരിയാക്കി തരണം. ശമ്പളമൊക്കെ കുറിച്ചായാലും സുരക്ഷിതത്വമുള്ള ഒരു സാഹചര്യം ഉണ്ടായാൽ മതിയായിരുന്നു. സോനു, നിൻ്റെ കാര്യം ഞാൻ മാത്തുക്കുട്ടി അങ്കിളിനോട് പറഞ്ഞു. കുറേ പണം തന്ന് നിന്നെ പറഞ്ഞു വിടുകയൊന്നുമില്ല എങ്കിൽ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ തന്നെയാണ് അങ്കിളിൻ്റെ തീരുമാനം. സോനുവിൻ്റെ മുഖത്ത് വിസ്മയമുണ്ടായി. മനസ്സിൽ ആശങ്കകളും ഉയർന്നു വന്നു. അജേഷേട്ടാ, അച്ഛൻ്റെ ഭാര്യയ്ക്ക് എന്നെ ഒട്ടും കണ്ടുകൂടാ, അറിയില്ലേ? അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എങ്കിലും അങ്ങോട്ട് തന്നെ പോകുന്നതാണിപ്പോൾ നല്ലത്. അവിടെ സോനു പ്രതീക്ഷിക്കുന്ന സുരക്ഷിതത്വം കിട്ടും. അജേഷേട്ടൻ പറഞ്ഞത് ഞാൻ അനുസരിക്കും. സഹിക്കാൻ ഞാൻ തയ്യാറാണ്. സോനു ഷോളിൻ്റെ തുമ്പുകൊണ്ട് മുഖം അമർത്തി തുറച്ചു. സോനു, ഇനിയും തനിച്ചോട് നിൽക്കണ്ട. എല്ലാവരും യാത്രയാവുകയാണ്. സോനുവിൻ്റെ സാധനങ്ങളൊക്കെ ബാഗിൽ നിറച്ച് തയ്യാറെടുക്ക്. അങ്ങനെ പറഞ്ഞ് അജേഷ് തിരിഞ്ഞു നടന്നു. പ്രതിസന്ധികളുടെ നാൽക്കവലയിൽ ദൈവത്തിൻ്റെ കരങ്ങൾ തനിക്ക് തുണയുണ്ടെന്ന് അവൾക്ക് തോന്നി.
റോണിയുടെ റൂമിലേക്ക് തിരികെ ചെന്നപ്പോൾ അവിടെ നല്ല തിരക്കാണ്. നല്ല നീല ജീൻസും വെള്ളയിൽ കൊങ്ങിണിപ്പൂക്കളുള്ള പ്രിൻ്റുള്ള ഷർട്ടും ധരിച്ചു നിൽക്കുന്ന റോണി തികഞ്ഞ ഉത്സാഹത്തിലായിരുന്നു. അപ്പോൾ ഡോക്ടർ സിസ്റ്റർ പവിത്ര റൂമിലേക്ക് കയറി വന്നു. റോണിയും മറ്റുള്ളവരും തികഞ്ഞ ആദരവോടെ സിസ്റ്ററിന് മുമ്പിൽ നിന്നു. മാത്തുകുട്ടി പെട്ടെന്ന് ബാഗിൽ നിന്നും ചെക്ക് ബുക്ക് എടുത്തു. 5 ലക്ഷത്തിൻ്റെ തുക എഴുതി ചെക്ക് ലീഫുമായി അയാൾ സിസ്റ്റർ പവിത്രയുടെ അടുത്തെത്തി. സിസ്റ്റർ ഓപ്പറേഷൻ നടത്തിയ അമേരിക്കയിൽ നിന്ന് വന്ന ഡോക്ടർ ഫീസൊന്നും വാങ്ങിക്കാതെയാണ് പോയത്. എന്തും കൊടുക്കാൻ ഞാൻ തയ്യാറായിരുന്നു. അദ്ദേഹം ഫീസ് നിരസിച്ചത് സിസ്റ്ററിനോടുള്ള സ്നേഹം കാരണമാണ്. ഇത് 5 ലക്ഷത്തിൻ്റെ ചെക്കാണ്. സിസ്റ്റർ ഇത് വാങ്ങണം. എന്തെങ്കിലും നല്ല കാര്യം ചെയ്യാമല്ലോ, മാത്തുകുട്ടി പറഞ്ഞു. സിസ്റ്റർ പവിത്ര പുഞ്ചിരിച്ചു. മിസ്റ്റർ മാത്തുകുട്ടി, ഞാനൊരു സിസ്റ്ററല്ലേ, എനിക്കെന്തിന് പണം? നല്ല കാര്യങ്ങൾ നിങ്ങൾ തന്നെ ചെയ്യാൻ ശ്രമിക്കേ. പിന്നെ ഒന്ന് ഓർക്കണം, പണത്തേക്കാൾ വളരെ നല്ലതാണ് സ്നേഹവും ആത്മാർത്ഥതയും ത്യാഗവും ഒക്കെ. എനിക്ക് റോണിയോടും മറ്റെല്ലാവരോടും ഇത് മാത്രമേ പറയാനുള്ളൂ. വരട്ടെ. മെല്ലെ കൈയുയർത്തി വീശിയിട്ട് സിസ്റ്റർ പവിത്ര ഇറങ്ങിപ്പോയി. താമസിയാതെ റോണിയോടൊപ്പം മാത്തുകുട്ടിയും മറ്റുള്ളവരും ഹോസ്പിറ്റലിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെത്തി. ടൈൽ പാകിയ വിശാലമായ പാർക്കിംഗ് ഏരിയയിൽ മാത്തുകുട്ടിയുടെയും അജേഷിൻ്റെയും കാറുകൾ കിടന്നിരുന്നു. റോണിയും മാത്തുകുട്ടിയും ഷേർലിയും മോഹനൻ ഓടിക്കുന്ന കാറിൽ കയറിയപ്പോൾ സോനുവും റിങ്കുബോളും അജേഷിൻ്റെ കാറിലാണ് കയറിയത്. റോണി അജേഷിൻ്റെ കാറിന് നേരെ തിരിഞ്ഞു നോക്കി. സോനു കൂടി ഈ കാറിൽ തൻ്റെ ഒപ്പം കയറിയിരുന്നെങ്കിലെന്ന് അവൻ ഓർത്തു. മാവുങ്കൽ വീടിന് മുമ്പിൽ വെല്ലൂരിൽ നിന്നുള്ള കാറുകളെത്തി നിന്നപ്പോൾ സന്ധ്യ മയങ്ങിയിരുന്നു. മുറ്റത്ത് നിലാവെളിച്ചവും അതിനെ നിഷ്പ്രഭമാക്കുന്ന വൈദ്യുതി വെളിച്ചവുമുണ്ട്. കെട്ടിലും മട്ടിലും അതിശയിപ്പിക്കുന്ന വീടും പരിസരവും സോനു കൗതുകത്തോടെ നോക്കിക്കണ്ടു. വീട്ടിലെ ജോലിക്കാരി പെണ്ണുങ്ങൾ സന്തോഷത്തോടെ ഓടിയെത്തി. കാറിൽ നിന്നിറങ്ങി ബാഗുമായി മുറ്റത്ത് നിൽക്കുന്ന സോനുവിനെ ഷേർലി ക്രുദ്ധയായി നോക്കി. പിന്നെ അവൾ മാത്തുകുട്ടിയുടെ അടുത്തേക്ക് ചെന്നു. ഇച്ചായ, ഇവൾക്ക് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ കൊടുത്ത് ഇപ്പോൾ തന്നെ പറഞ്ഞു വിടണം. റോണിക്ക് ഇവിടെ ഇപ്പോൾ ഒരു ഹോം നേഴ്സിൻ്റെ ആവശ്യമില്ല, ഷേർലി കർക്കശ തരത്തിൽ പറഞ്ഞു. ഷേർലി, ഞാൻ പറയുന്നത് നീ അല്പം സൗമനസ്സോടെ കേൾക്കണം. നമ്മളെ ഒരു ആവശ്യഘട്ടത്തിൽ ഏറ്റവും അധികം സഹായിച്ച കുട്ടിയാണ് സോനു. അവളുടെ സാമർഥ്യം കൊണ്ട് കൂടിയാണ് റോണി ഇപ്പോൾ സുഖമായി വന്നത്. ഗതികേടിന് സോനുവിനിപ്പോൾ വീട് നഷ്ടപ്പെട്ടു പോകാനൊരിടമില്ല. വീട് നഷ്ടപ്പെട്ടത് എങ്ങനെയാണെന്ന് അവളോട് ചോദിക്കേ. വാ തുറന്ന്. എന്തായിരുന്നു ആ വീട്ടിൽ നടന്നുകൊണ്ടിരുന്നത്? ഇവിടെയും ഇനി അത് തുടരാനാണോ ഇവളെ സ്ഥാപിക്കാൻ നോക്കുന്നത്? നടക്കുകയില്ല. ഞാനും ഇവളും കൂടെ ഒരു നിമിഷം പോലും ഈ വീട്ടിൽ ജീവിക്കില്ല. പറയുന്നത് ഷേർലിയാ. ഷേർലി, നീ എന്ത് പറഞ്ഞാലും കുറേ ദിവസത്തേക്ക് സോനുവിനെ ഞാനിവിടെ താമസിപ്പിക്കും. അവൾക്ക് സുരക്ഷിതമായ ഒരു ഇടമുണ്ടാകുമ്പോൾ മാറ്റുകയും ചെയ്യും. മാത്തുകുട്ടിയുടെ സ്വരം ദൃഢമായിരുന്നു. സോനു എല്ലാം കേട്ടു വിയർത്ത് വിളറി നിൽക്കുകയായിരുന്നു. താൻ മൂലം ഈ കുടുംബത്തിൽ കലാപമാണ് ഉണ്ടാകാൻ പോകുന്നത്. എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോകാൻ അവൾക്ക് തോന്നി. മുമ്പിൽ 2 വഴികളാണുള്ളത്. ഒന്നുകിൽ നാശത്തിലേക്ക്, അതല്ലെങ്കിൽ മരണത്തിലേക്ക്. അവൾ മരവിച്ചു നിന്നു. മനുഷ്യ, തീരുമാനം അറിയണം. ഞാൻ ടോണിയോട് പറഞ്ഞിട്ടുണ്ട്. അവനിപ്പോൾ വരും. ഈ തേവിടിച്ചയാണോ എന്നെയാണോ നിങ്ങൾക്ക് വേണ്ടത്? ഷേർലി കോപം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു. റോണി മമ്മിയുടെ അടുത്തേക്ക് മെല്ലെ നടന്നെടുത്തു. മമ്മി, സോനുവിനെ കുറിച്ച് ഇനിയൊരു വാക്കുപോലും ദുഷിച്ചു പറയരുത്. കുറേ ദിവസം അവളിവിടെ നമ്മുടെ അതിഥിയായി താമസിക്കും. അതിനുശേഷം ഇടവക പള്ളിയിൽ വെച്ച് ഞാൻ അവളുടെ കഴുത്തിൽ താലി കെട്ടും. പിന്നെ എന്നും ഇവൾ എൻ്റെ ഭാര്യയായി ഇവിടെ ഉണ്ടാകും, റോണി പറഞ്ഞു. ഷേർലി വല്ലാതെ അണയ്ക്കാൻ തുടങ്ങി. ഞാൻ ഇത് തന്നെ പ്രതീക്ഷിച്ചു. അപ്പനും മകനും കൂടി വഞ്ചിക്കുകയായിരുന്നു എന്നെ. ഗുണം പിടിക്കുകയല്ല, നശിച്ചു കെട്ടുപോകും. ഇറങ്ങിപ്പോയാലും ഞാൻ വെറുതെ ഇരിക്കുമെന്ന് നിങ്ങൾ അപ്പനും മകനും കരുതണ്ട. കേസ് കൊടുക്കും ഞാൻ. പള്ളിയിൽ ചെന്ന് വികാരി അച്ഛനോടും പറയും. ടിവിക്കാരെ വിളിച്ച് നിങ്ങളുടെ മഹത്വം മുഴുവൻ ഞാൻ വിളിച്ചു പറയും. അറിയട്ടെല്ലാവരും. മാവുങ്കൽ മാത്തുകുട്ടി പുണ്യാളൻ നാറും നാറ്റിക്കും ഞാൻ. എല്ലാം കേട്ടുകൊണ്ട് നിന്ന മോഹനൻ മാത്തുകുട്ടിയുടെ അടുത്തേക്ക് ചെന്നു. അച്ചായ, സോനുവിനെ ഞാനല്ലേ കൂട്ടിക്കൊണ്ടുവന്നത്. അവൾക്ക് പോകാനിടമെങ്കിൽ ഞാൻ കൊണ്ടുപോകും. അതേ ചൊല്ലി ഇവിടെ വഴക്കിടണ്ട. മാത്തുകുട്ടി ഒന്നും പറഞ്ഞില്ല. ഷേർലി അപ്പോൾ മോഹനൻ്റെ നേരെ ചീറിയെടുത്തു. വിളിച്ചോണ്ട് പോടാ ഈ പഴച്ചവളെ. നീയാ എല്ലാത്തിൻ്റെയും ഏജൻറ്റ്. കുടുംബം കുളം തോണ്ടാൻ ഇറങ്ങിയതല്ലേടാ നീ. ചീ, മിണ്ടെടുത്ത രക്ഷ പോലെ നീ, മാത്തുകുട്ടി ശാസിച്ചു. അപ്പോൾ വില കൂടിയ കറുത്ത കാർ ഓടിച്ച് ടോണി അവിടെ എത്തിക്കഴിഞ്ഞു. ഷേർലി കാറിനടുത്തേക്ക് ഓടിച്ചെന്നു. അവൻ ഡോർ തുറന്ന് അമ്മയെ കയറ്റി. പിന്നെ അതിശീഘ്രം ഓടിച്ചു പോയി. നിമിഷങ്ങളോളം സകലരും സ്തംഭിച്ചു നിന്നു. ആരും വിഷമിക്കേണ്ട, മനസ്താപവും വേണ്ട. എല്ലാവരും വീട്ടിലേക്ക് കയറ്. സോനു, നീ ഒരു അന്യയല്ല, എൻ്റെ മകളാണ്. പെൺമക്കളില്ലാത്ത മാത്തുകുട്ടിക്ക് ദൈവം കൊണ്ടുവന്നു തന്ന പ്രിയപ്പെട്ട മകൾ, അദ്ദേഹം വികാരധീനായി പറഞ്ഞു. ഷേർലിയിൽ നിന്നുണ്ടായ കടുത്ത വാക്കുകൾ മുറിവേൽപ്പിച്ച ഹൃദയത്തോടെ ഏറ്റവും ഒടുവിലായി സോനുവും മാവുങ്കൽ ബംഗ്ലാവിലേക്ക് കയറി. ഉരുളൻ തൂണുകളുള്ള ഗ്രാനൈറ്റ് പതിച്ച നീളം വരാന്തയും ആഡംബരപൂർണമായ സ്വീകരണ മുറിയുമൊക്കെ സോനുവിനെ വിസ്മയിപ്പിച്ചു. താൻ എവിടെയാണ്? എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? അവൾക്കൊന്നും മനസ്സിലായില്ല. ആകെ ഒരു മരവിപ്പ്. കൈവിരൽ തുമ്പിൽ പിടിച്ച് എപ്പോഴും റിങ്കുമോൾ കൂടെ ഉണ്ടായിരുന്നത് സോനുവിനൊരു ആശ്വാസമായി. എല്ലാവരും ഇരുന്നിട്ടും സോനു നിന്നതേയുള്ളൂ. സോനു, നിൽക്കാതെ അങ്ങോട്ട് ഇരിക്കുമോളെ.
നമ്മളിപ്പോൾ എത്രയോ സന്തോഷിക്കേണ്ട അവസരമാണ്. ദൈവം എത്ര വലിയ അനുഗ്രഹമാണ് നമ്മൾക്ക് നൽകിയത്. നമുക്കൊരുമിച്ച് നന്ദി പറയാം, പ്രാർത്ഥിക്കാം, മാത്തുക്കുട്ടി പറഞ്ഞു. സോനു വിശിഷ്ടമായ ഇരിപ്പിടമൊന്നിൽ കടന്നിരുന്നു. പ്രാർത്ഥന തുടങ്ങാൻ ആരുമില്ലാതെ വന്നപ്പോൾ സോനു തന്നെ ആരംഭിച്ചു. നിത്യവിശുദ്ധയാം കന്യാമറിയമേ എന്ന ഗാനത്തോടെ. ഇടയിൽ നിരാലംബയായ തനിക്ക് ഇങ്ങനെയൊരിടം തന്ന ദൈവത്തിന് അവൾ പ്രാർത്ഥന പുഷ്പങ്ങൾ സമർപ്പിച്ചു. വിശാലമായ ഡൈനിങ് റൂമിൽ വിഭവങ്ങൾക്ക് മുമ്പിലിരിക്കുമ്പോഴും പൊരുത്തപ്പെടാൻ അവൾക്ക് കഴിഞ്ഞില്ല. അജേഷും റിങ്കുമോളും യാത്ര പറയാനെത്തിയപ്പോൾ കൂടുതൽ ഒറ്റപ്പെടുന്നത് പോലെ തോന്നി. സോനു ആൻറ്റി ഞങ്ങളുടെ വീട്ടിലേക്ക് വരണം, റിങ്കുമോൾ ക്ഷണിച്ചു. വരാം വരാം മോളെ, അവളെ വാരിയെടുത്ത് കുഞ്ഞിക്കവളിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് സോനു പറഞ്ഞു. സ്നേഹാർദ്രമായി ഒരിക്കൽ കൂടി സോനുവിനെ നോക്കിയിട്ട് അജേഷ് മകൾക്കൊപ്പം മടങ്ങി. മാത്തുക്കുട്ടിയും റോണിയും ഒരേ മുറിയിലാണ് ഉറങ്ങാൻ കിടന്നത്. ഷേർലിയുണ്ടാക്കിയ ഹൃദയത്തിലെ മുറിവുകളുടെ നീറ്റൽ കഠിനമാണ്. സോനുവിനെ ഒഴിവാക്കിയിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ലായിരുന്നു. അവളെ തെരുവീതിയിൽ ഉപേക്ഷിച്ചിട്ട് നേടുന്ന സന്തോഷവും സമാധാനവും എത്ര ശപിക്കപ്പെട്ടതായിരിക്കും. വിപുലമായ സൗകര്യങ്ങളോടുകൂടിയ മുറിയാണ് സോനുവിന് കിട്ടിയത്. കഠിനമായ കുറ്റബോധം അവളുടെ ഹൃദയത്തിൽ അഗ്നി വിതച്ചു. ഷേർലി പറഞ്ഞിട്ട് പോയ കുത്തുവാക്കുകളും ശാപവാക്കുകളും ചെവിയിൽ പിന്നെയും പിന്നെയും മുഴങ്ങുകയാണ്. ഈ കുടുംബത്തിൻ്റെ എല്ലാ സന്തോഷവും തകർത്തുകൊണ്ട് എന്തിനിവിടെ കഴിയുന്നു? പോ, ഇറങ്ങിപ്പോ. നിനക്ക് വിധിക്കപ്പെട്ടത് നീ സ്വീകരിക്കുക. അനർഹമായത് ആഗ്രഹിക്കുന്നത് എന്തിന്? മനസാക്ഷി സോനുവിനെ ക്രൂരമായി വിചാരണ ചെയ്തു. എപ്പോഴോ ക്ഷീണിതയായി അവൾ കിടന്നെങ്കിലും ഉറക്കം വന്നതേയില്ല. രാത്രിയുടെ ഏതോ യാമത്തിൽ മാവുങ്കൽ ബംഗ്ലാവിൽ നിന്നും ദീനവും ഭയാനകവുമായ ഒരു നിലവിളിയൊച്ച ഉയർന്നു. സോനു പിടിഞ്ഞെണീറ്റു. കരച്ചിൽ കേട്ട മുറിയുടെ നേർക്ക് അവൾ ഓടിയെടുത്തു. കരച്ചിൽ മാത്തുക്കുട്ടിയിൽ നിന്നാണ്. തുറന്നു കിടക്കുന്ന വാതിലിന് മുമ്പിൽ പരിഭ്രാന്തനായി ആ റോണി നിൽക്കുന്നു. എന്താ റോണി? സോനു കിതച്ചുകൊണ്ട് ചോദിച്ചു. സോനു, പപ്പയ്ക്ക് തീരെ വയ്യ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, മോഹൻ ചേട്ടനെ വിളിക്കേ, റോണി പറഞ്ഞു. അവൾ അവിടെ കിട്ടിയ മൊബൈലിൽ മോഹനെ വിളിച്ചു വിവരം പറഞ്ഞു. അയാൾ പെട്ടെന്ന് ഓടിയെത്തി. വേദന കൊണ്ട് പിടയുന്ന മാത്തുക്കുട്ടിയെ മോഹനും സോനുവും മറ്റും ജോലിക്കാരും ചേർന്ന് ഒരു വിധത്തിൽ കാറിലെത്തിച്ചു. തിടുക്കത്തിൽ കാറിൽ കയറിയ സോനു മാത്തുക്കുട്ടിയുടെ തല മടിയിലെടുത്തു വെച്ചു. നെറുകയിൽ തലോടി. അയാളുടെ ദേഹം വിയർത്തു കുളിച്ചിരുന്നു. മോഹനൻ കാർ മെഡിക്കൽ കോളേജിലേക്ക് പറത്തി. മാത്തുക്കുട്ടിക്ക് വല്ലാത്തൊരു വിമിട്ടമുണ്ടാകുന്നത് സോനു ഭയത്തോടെ കണ്ടു. അയാൾ അവളെ തുറച്ചു നോക്കി. മോളെ, എൻ്റെ മോളെ, പറയാൻ വന്നത് പൂർത്തിയാക്കാനും മുമ്പേ നെഞ്ചിക്കൂട് വല്ലാതെ ഉയർന്നു. കണ്ണുകൾ തുറച്ചു. ദേഹം വെട്ടിവിറച്ചു. സോനുവിന് ഭയം തോന്നി. ആ മനുഷ്യൻ്റെ ചലനം എന്നേക്കുമായി നിലയ്ക്കുകയാണെന്ന് ഒടുവിൽ അവൾ തിരിച്ചറിഞ്ഞു. ചൂടകലുന്ന നെറ്റിയിലേക്ക് സോനുവിൻ്റെ കണ്ണിൽ നിന്നും ഒരു നീർക്കണം അടർന്നു വീണു. മാവുങ്കൽ മാത്തുക്കുട്ടിയുടെ മൃതദേഹം വലിയ ജനക്കൂട്ടത്തിൻ്റെ സാന്നിധ്യത്തിൽ ഇടവക സെമിത്തേരിയിൽ സംസ്കരിക്കപ്പെട്ടു. മകൻ ജീവിതത്തിലേക്ക് തിരികെ വന്നതിൻ്റെ സന്തോഷത്തോടെയും ഭാര്യ വഴി വിട്ടിറങ്ങിപ്പോയ സങ്കടത്തോടെയുമാണ് ആ മനുഷ്യൻ ലോകത്തോട് വിട പറഞ്ഞത്. ഷേർലിയും ടോണിയും സംസ്കാര ചടങ്ങിനും എത്തിയില്ല. മാത്തുക്കുട്ടിയുടെ മരണം അവർക്ക് സന്തോഷമായി. ദിവസം 15 കഴിഞ്ഞു. തിങ്കളാഴ്ച ബംഗ്ലാവിന് മുന്നിലെ ലോണിൽ അന്തിമേഘങ്ങളെ നോക്കി ചിന്താകുലനായിരിക്കുകയാണ് റോണി. അപ്പോൾ കാറിൽ വന്നിറങ്ങിയ അജേഷ് അവൻ്റെ അടുത്ത് ചെന്നിരുന്നു. നീ വല്ലയിടത്ത് പോയിട്ട് വരികയാണോ? റോണി നേരത്തെ ചിരിയോടെ തിരക്കി. അല്ല, ഞാൻ ഇങ്ങോട്ടായി തന്നെ വന്നതാ, നിന്നെ കാണാൻ. ഒരു കാര്യം പറയാൻ, അജേഷ് പറഞ്ഞു. എന്താടാ, പറയും. നിങ്ങളുടെ ഇടവക പള്ളിയിലെ വികാരി അച്ഛൻ എൻ്റെ ഒരു ഫ്രണ്ടാ. നമ്മൾ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കി അച്ഛൻ ഇന്നലെ എന്നെ വിളിച്ചു കുറേ സംസാരിച്ചു. അച്ഛൻ എന്ത് പറഞ്ഞു? ഷേർലി ആൻറ്റിയും റോണിയും അച്ഛനെ കണ്ട് അങ്കിളിനെയും നിന്നെയും പറ്റി മോശമായ ചിലത് പറഞ്ഞു ധരിപ്പിച്ചു. ഭാര്യയെ അടിച്ചോടിച്ചിട്ട് ഒരു വേശ്യപ്പെണ്ണിനെ വിളിച്ച് വീട്ടിൽ താമസിപ്പിക്കുന്നെന്നാ പരാതി. അച്ഛനോട് പറഞ്ഞതിന് പുറമെ അവർ കുടുംബ കോടതിയിൽ കേസും കൊടുത്തിട്ടുണ്ടെന്നാണ് അറിയുന്നത്. സോനുവിൻ്റെ കുടുംബ പശ്ചാത്തലം മനസ്സിലാക്കുന്നവരും അവളൊരു നല്ല സ്വഭാവക്കാരിയാണെന്ന് വിശ്വസിക്കില്ല. സോനുവിനെ ഇവിടെ ഇങ്ങനെ താമസിപ്പിക്കുന്നതിന് കോടതിയോടും സമൂഹത്തോടും നീ സമാധാനം പറയേണ്ടി വരും. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്? റോണി ദീനമായി അജേഷിനെ നോക്കി. ഒരു മാർഗമേ ഞാൻ കാണുന്നുള്ളൂ. സോനുവിനെ എത്രയും പെട്ടെന്ന് നീ വിവാഹം കഴിക്കുക. എടാ, പപ്പ മരിച്ചിട്ട് 1 മാസം പോലും ആകും മുമ്പേ എങ്ങനെയൊരു വിവാഹം നടത്തും? റോണി വല്ലാതായി. ഇങ്ങനെ ഒരവസ്ഥയിൽ അത്തരം സെൻറ്റിമെൻറ്റ്സ് ഒന്നും നോക്കരുത്. ആർഭാടമൊന്നും കൂടാതെ തീർത്തും ലളിതമായി ഒരു ചടങ്ങ് മാത്രം മതി, അജേഷ് പറഞ്ഞു. റോണി അതേക്കുറിച്ച് ചിന്തിച്ചു. അവൻ്റെ അഭിപ്രായം അറിയാൻ അജേഷിന് ആകാംക്ഷയുണ്ടായി. അജേഷെ, കല്യാണം പെട്ടെന്ന് നടത്താൻ എനിക്ക് സമ്മതമാണ്. സോനുവിൻ്റെ ബന്ധുക്കളെ അറിയിക്കണ്ടേ? മാത്രമല്ല അവളോട് ഇതുവരെ ഞാൻ ഇക്കാര്യം സംസാരിച്ചിട്ടുമില്ല. അന്ന് മമ്മി ഉടക്കുണ്ടാക്കിയപ്പോൾ എല്ലാവരും കേൾക്കെ അവളെ വിവാഹം കഴിക്കാനാണ് പോകുന്നതെന്നൊക്കെ പറഞ്ഞെന്ന് മാത്രം. എടാ, അവൾക്ക് അപ്പനില്ല, അമ്മയില്ല. ചേട്ടൻ കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ കയറി വന്ന കക്ഷിയാണ്. അയാൾ എവിടെയാ, എന്താണെന്ന് ആർക്കറിയാം? എനിക്ക് തോന്നുന്നത് അവളോടൊന്ന് പറഞ്ഞ് തീരുമാനിച്ചാൽ മതിയെന്നാ. കേൾക്കുമ്പം 100 സമ്മതമായിരിക്കും. അത് നീയൊന്ന് സംസാരിക്കണം. എനിക്കെന്തോ ഒരു ആത്മവിശ്വാസക്കുറവ് പോലെ, റോണി ചമ്മലോടെ പറഞ്ഞു. അജേഷിൻ്റെ ഉള്ളു പിടഞ്ഞു. താനും മനസ്സിൽ മോഹിച്ചതാണ് സോനുവിനെ. അവൾക്ക് തന്നോട് എന്തോ ഒരു ഇഷ്ടക്കൂടുതലുണ്ടെന്ന് തോന്നിയിട്ടുമുണ്ട്.
റിങ്കുമോളുടെ മനസ്സും ഒരമ്മയുടെ ലാളനയ്ക്ക് വേണ്ടി സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്നുണ്ട്. സോനുവിനെ സംബന്ധിച്ചിടത്തോളം രണ്ടാം കെട്ടുകാരനായ തന്നേക്കാൾ എത്രയോ നല്ലതാണ് റോണിയെ ഭർത്താവായി കിട്ടുന്നത്. ഞാൻ ഞാൻ സംസാരിക്കപ്പെടാ സോനുവിനോട് അജേഷ് വാക്ക് കൊടുത്തു. അജേഷ് വന്നതറിഞ്ഞു സോനു ട്രേയിൽ ചായയും പലഹാരങ്ങളുമായി ലോണിലേക്ക് കടന്നു വന്നു. അവൾ ട്രേ അവർക്ക് മുമ്പിലുള്ള സിമൻറ്റ് മേശയിൽ വെച്ചു. അജേഷ് ഏട്ടൻ എപ്പോഴാണ് വന്നേ? സോനു തിരക്കി. കുറച്ചു നേരമേ ആയിട്ടുള്ളൂ. റിങ്കുമോളെ കൂട്ടിക്കൊണ്ട് വരാമായിരുന്നു. അവൾ വരാൻ ചാടി ഇറങ്ങിയതാ. ജലദോഷമുള്ളത് കൊണ്ടാണ് വേണ്ടെന്ന് വെച്ചത്, അജേഷ് പറഞ്ഞു. സോനു അജേഷിനും റോണിക്കും ചായ എടുത്തു കൊടുത്തു. റോണി ചായ വേഗം കുടിച്ചു തീർത്തു. പിന്നെ എഴുന്നേറ്റു. സോനു പോകരുത്. ഈ അജേഷിന് നിന്നോടെന്തോ പറയാനുണ്ട്. സംഗതി എന്തോ രഹസ്യമാ. ഞാൻ പോണു. റോണി അങ്ങനെ പറഞ്ഞു മെല്ലെ നടന്നാകുന്നു. സോനു ആകാംക്ഷയോടെ അജേഷിനെ നോക്കി. അവൻ സാവകാശം ചായ കുടിച്ചു തീർത്തു. കപ്പു മേശയിൽ വെച്ചു. സോനു, ഇവിടെ എങ്ങനെയുണ്ട് നിന്റെ ജീവിതം? അജേഷ് തിരക്കി. വന്ന ദിവസം തന്നെ ഇവിടുത്തെ അമ്മ വഴക്കിട്ട് പോയി. അച്ചായൻ നെഞ്ചുപൊട്ടി മരിച്ചു. എൻ്റെ മടിയിൽ കിടന്നാണ് മരിച്ചത്. ഓർത്താൽ ഈ വീടിൻ്റെ സകല ദുരന്തങ്ങൾക്കും കാരണക്കാരി ഞാനാണ്. റോണിയുടെ മമ്മി എന്നെ വിടണമെന്ന് വാശി പിടിച്ചപ്പോൾ സ്വയം ഇറങ്ങിപ്പോകേണ്ടവളായിരുന്നു ഞാൻ. എന്തോ എനിക്ക് കഴിഞ്ഞില്ല. സോനുവിൻ്റെ സ്വരമിടറി. നീ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. അങ്കിൽ വർഷങ്ങളായി ഹൃദ്രോഗിയായിരുന്നു. ബൈപ്പാസും കഴിഞ്ഞ മനുഷ്യൻ. അത് കരുതി പ്രവർത്തിക്കാതിരുന്ന ഭാര്യയാണ് പെട്ടെന്ന് ആ മനുഷ്യൻ്റെ ജീവിതം തീരാൻ കാരണം, അജേഷ് പറഞ്ഞു. എനിക്കുമുണ്ട് അതിലൊരു പങ്ക്. മോഹനൻ ചേട്ടൻ എന്നെ കൂട്ടിക്കൊണ്ട് പോകാമെന്ന് പറഞ്ഞതാ. ഞാൻ മടിച്ചു. എന്നെയും കൂട്ടി കയറി ചെന്നാൽ ആ വീട്ടിലും വഴക്കുണ്ടാകുമായിരുന്നു. മോഹനൻ ചേട്ടൻ എൻ്റെ ചേച്ചിയെ സ്റ്റേഷനിൽ നിന്ന് ജാമ്യത്തിലിറക്കിയതിനെ ചൊല്ലി വലിയ വഴക്കവിടെ ഉണ്ടായെന്ന് കേട്ടു. സോനു ഇവിടെ തന്നെ നിന്നത് നന്നായി. റോണി നല്ലവനാണ്. അവൻ എത്രയും പെട്ടെന്ന് നിന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു, അജേഷ് പറഞ്ഞു. ആഹ്ലാദമല്ല, നടുക്കമാണ് സോനുവിനുണ്ടായത്. അയ്യോ, അതൊന്നും ഞാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല അജേഷ് ചേട്ടാ. എനിക്കതിന് അർഹതയില്ല. ജീവിക്കാൻ ഒരു മാർഗം കണ്ടെത്തണമെന്നേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് ഇവിടുത്തെ താമസം അവസാനിപ്പിച്ച് എനിക്ക് പോയാൽ മതി. സോനു, പോകുന്നതിനെക്കുറിച്ച് നീ ചിന്തിക്കുകയേ വേണ്ട. നമ്മുടെ ചുറ്റുമുള്ള ലോകം നിന്നെപ്പോലൊരു പെണ്ണിന് ഒറ്റയ്ക്ക് ഇറങ്ങിപ്പോകാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് റോണി കാണിച്ച സന്മനസ് നീ നിഷേധിക്കേണ്ട. ഞാനിത് പറയുന്നത് നിൻ്റെ ഒരു ചേട്ടൻ്റെയും പപ്പയുടെയും ഒക്കെ സ്ഥാനത്ത് നിന്നാണെന്ന് വിചാരിക്കണം. സോനു നിശബ്ദയായി തല കുനിച്ചു നിന്നു. എന്ത് മറുപടി പറയണമെന്ന് അവൾക്ക് നിശ്ചയമില്ല. പറയാതിരിക്കാനും ആവില്ല. അജേഷ് ഏട്ടൻ പറയുന്നത് എന്തായാലും ഞാൻ അനുസരിക്കാം, അവൾ മൗനത്തിനൊടുവിൽ പറഞ്ഞു. സോനുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് അജേഷ് കണ്ടു. എന്തിനായിരിക്കും അവൾ കരയുന്നത്? റോണിയേക്കാളധികം അവൾ തന്നെ സ്നേഹിച്ചിരുന്നുവോ? ചിലപ്പോഴൊക്കെ സോനുവിൻ്റെ സ്നേഹം താൻ തൊട്ടറിഞ്ഞിട്ടുമുണ്ട്. മറ്റു ചിലപ്പോൾ അത് വെറുമൊരു തോന്നലാണെന്ന് വിചാരിച്ചിട്ടുണ്ട്. ആ നിമിഷങ്ങളുണ്ടായ നഷ്ടബോധവും വേദനയും എത്ര കഠിനമായിരുന്നു. അരുത്, മനസാക്ഷി വിലക്കി. ഇനി ഇങ്ങനെയുള്ള ചിന്തകളെ പാടില്ല. അജേഷ് റോണിയെ കണ്ടു. സോനുവിൻ്റെ സമ്മതം കിട്ടിയ വിവരം പറഞ്ഞ് പെട്ടെന്ന് വീട്ടിലേക്ക് മടങ്ങി. റോണി അപ്പോഴും വീടിന് മുമ്പിലെ ലോണിൽ തനിച്ചിരിക്കുകയാണ്. അജേഷ് തൻ്റെയും സോനുവിൻ്റെയും വിവാഹം നടത്താൻ മുൻകൈയെടുക്കുന്നത് ഒരു ഭാഗ്യമെന്ന് റോണിക്ക് തോന്നി. ജോൺ ചേട്ടനും മമ്മിയും ചേർന്ന് കാര്യങ്ങൾ വഷളാക്കാൻ അങ്ങേയറ്റം ശ്രമിക്കും. സോനു തൻ്റെ ഭാര്യയാകുന്നത് അവരൊട്ടും സഹിക്കില്ല. സ്വത്താണ് അവർക്ക് പ്രശ്നം. സ്വന്തം അനുജനെ പോലും വകവരുത്താൻ ശ്രമിച്ച ടോണിച്ചേട്ടൻ സോനുവിനെയും ഇല്ലാതാക്കാൻ എന്ത് മാർഗവും സ്വീകരിക്കും. വിവാഹ മുഹൂർത്തം വരെ ഭയപ്പെടണം. മുറ്റത്ത് ഇരുൾ വീണിട്ടും റോണി വീട്ടിലേക്ക് കയറാതിരിക്കുന്നത് കണ്ട് സോനു അടുത്തേക്ക് ചെന്നു. എന്താ റോണി, ഇവിടെ എങ്ങനെ ഇരിക്കുന്നേ? നേരം ഇരുണ്ടില്ലേ? മറുപടി പറയാതെ മന്ദഹസ്തോടെ റോണി അവളെ നോക്കി. സോനു, ഈ ബെഞ്ചിലിരിക്കെ, എനിക്ക് ചിലത് പറയാനുണ്ട്. അവൾ അവനരികെ ലോണിലെ ചാരു ബെഞ്ചിലിരുന്നു. നിർവികാരതയായിരുന്നു സോനുവിൻ്റെ മുഖത്ത്. നമ്മുടെ വിവാഹം ഉടനെ നടത്താൻ തീരുമാനിച്ചിട്ടും ഒരു സന്തോഷവുമില്ലല്ലോ സോനുവിന്, റോണി പറഞ്ഞു. ഇവിടുത്തെ അച്ചായൻ മരിച്ചു, എൻ്റെ അമ്മ മരിച്ചു, റോണിയുടെ മമ്മി പിണങ്ങിപ്പോയി. ഇതിനൊക്കെ ഇടയിൽ ഒരു വിവാഹം എന്തിനാ റോണി? അവൾ ദീനഭാവത്തിൽ പറഞ്ഞു. സോനു, നിന്നെ ഇവിടെ ഇങ്ങനെ അന്യവൃത്തിയായി താമസിപ്പിക്കാനാവില്ല. അത് പല പ്രശ്നങ്ങളും ഉണ്ടാക്കും. അതുകൊണ്ടാണ് പെട്ടെന്നൊരു തീരുമാനമെടുത്തത്. റോണി നോക്കിയാൽ എനിക്ക് എവിടെയെങ്കിലും ഒരു ജോലി വാങ്ങിത്തരാൻ കഴിയില്ലേ? അധികം ശമ്പളമൊന്നും വേണ്ട, ഇത്തിരി സുരക്ഷിതത്വമുള്ള ഒരിടം. അങ്ങനെയൊന്ന് കിട്ടിയാൽ ഞാൻ എപ്പോഴേ പോകുമായിരുന്നു. എന്നെപ്പറ്റി അങ്ങനെയാണോ വിചാരിച്ചിരിക്കുന്നത്? സോനുവിനെ ഈ വീട്ടിലേക്ക് സ്വീകരിച്ചത് ഒരിക്കൽ ഇറക്കിവിടാനല്ലല്ലോ. റോണി, ഒരിക്കലും ഇണങ്ങാത്ത കണ്ണികളാണ് നമ്മൾ. റോണിയുടെ മനസ്സിൻ്റെ നന്മ കൊണ്ട് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതാ. എന്നെക്കുറിച്ച്, എൻ്റെ അമ്മയെക്കുറിച്ച്, ചേട്ടനെക്കുറിച്ച്, ചേച്ചിയുടെ ജീവിതത്തെക്കുറിച്ച് ഒക്കെ അറിഞ്ഞിട്ടും വെറുക്കാത്തതെന്താ? സോനു, ഇങ്ങനെ സ്വയം കുറച്ച് കാണണ്ട. എനിക്ക് എന്താണ് അഭിമാനിക്കാനുള്ളത്? മമ്മിയോ ചേട്ടനോ സ്നേഹിതരോ? പപ്പ മാത്രമുണ്ടായിരുന്നു, അജേഷും. സോനുവിൻ്റെ മടിയിൽ കിടന്ന് മരിച്ച എൻ്റെ പപ്പ ഒടുവിൽ എന്നോട് പറഞ്ഞത് നിന്നെ കല്യാണം കഴിക്കണമെന്നാണ്. ഞാനും അത് ആഗ്രഹിച്ചിരുന്നു. സോനുവിനെ ഒരിക്കലും ഒരു തരത്തിലും കുറച്ച് കാണില്ല ഞാൻ. ഇഷ്ടമല്ലേ നിനക്കെന്നെ? അതെ, ഇഷ്ടമാ. എഴുന്നേൽക്ക്. സോനുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവർ എഴുന്നേറ്റ് വീട്ടിലേക്ക് കയറി. സോനു അടുക്കളയിലേക്കാണ് പോയത്. ജോലിക്കാർക്കൊപ്പം ചേർന്ന് എല്ലാത്തിനും സഹകരിച്ച സോനു അവർക്ക് പ്രിയപ്പെട്ടവളായി കഴിഞ്ഞിരുന്നു.
ലിവിംഗ് റൂമിൽ തനിച്ചിരിക്കുമ്പോൾ റോണി ഡോക്ടർ സിസ്റ്റർ പവിത്രയെ ഓർത്തു. നിസ്വാർത്ഥവും ദൈവികവുമായിരുന്നു സിസ്റ്ററിൻ്റെ സ്നേഹം. തന്നെ പ്രതി സിസ്റ്റർ ഒത്തിരി സഹിച്ചു. തൻ്റെ പ്രിയപ്പെട്ട പ്രൊഫസറെ വരുത്തി ഓപ്പറേഷൻ നടത്തിയത് എത്ര വലിയ കാര്യമാണ്. വിവാഹകാര്യം ആദ്യം അറിയിക്കേണ്ടതും സിസ്റ്ററെയാണ്. കല്യാണത്തിൽ പങ്കെടുക്കാൻ സിസ്റ്റർക്കാവില്ല. സഭാ നിയമം അതിനനുവദിക്കുന്നില്ല. അറിയിക്കുമ്പോൾ സന്തോഷമാകും. സോനുവിനെ വലിയ കാര്യമായിരുന്നു. അവളെ താൻ വിവാഹം കഴിക്കുമെന്ന് പക്ഷേ തീരെ വിചാരിക്കില്ല. റോണി തൻ്റെ മൊബൈലിൽ സിസ്റ്റർ പവിത്രയുടെ നമ്പർ ഡയൽ ചെയ്തു. ലൈനിൽ കിട്ടിയില്ല. ശ്രമം തുടർന്നുകൊണ്ടേയിരുന്നു. നിരാശയോടെ അവൻ ഫോൺ താഴെ വെച്ചു. പെട്ടെന്ന് ഫോൺ ശബ്ദിച്ചു. സ്ക്രീനിൽ സിസ്റ്ററുടെ നമ്പർ. ഹലോ, എന്താ റോണി വിശേഷം? സിസ്റ്റർ, ഒരു നല്ല വിശേഷമുണ്ട്. അതാദ്യം സിസ്റ്ററെ തന്നെ അറിയിക്കാനാണ് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരുന്നത്. പറയ്, കേൾക്കട്ടെ. എൻ്റെ വിവാഹം തീരുമാനിച്ചു സിസ്റ്റർ. നമ്മുടെ സോനുവായിട്ട് ഈ മാസം 12-നാ. ഷോ, എന്താ ഇത്ര പെട്ടെന്ന്? പാടില്ലായിരുന്നു. എന്താ സിസ്റ്റർ? റോണിയുടെ സ്വരം പതറി. റോണി, വെരി വെരി സോറി. റോണിക്ക് ഒരു വിവാഹ ജീവിതം ഇനി സാധിക്കില്ലെന്ന് ഡോക്ടർ സക്രിയ മാത്യു പറഞ്ഞിരുന്നു. ഡിസ്ചാർജ് ആയി പോയപ്പോൾ ഞാനത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. റോണിയുടെ കയ്യിൽ നിന്നും മൊബൈൽ ഫോൺ വഴുതി താഴെ വീണു. രണ്ടായി ചിതറി. ഒരിക്കലും അടങ്ങാത്ത മോഹത്തിരമാലകൾ ഇരമ്പിയാർക്കുന്ന മഹാസമുദ്രമാണ് മനുഷ്യ മനസ്സ്. വിധി പക്ഷേ ഒരു നിമിഷം കൊണ്ട് അതിനെ ഒരു മരുഭൂമിയാക്കുന്നു. ഒരു തുള്ളി ജലമില്ലാത്ത, പച്ചപ്പില്ലാത്ത, കനൽ കാറ്റിരുമ്പുന്ന മരുഭൂമി. റോണിയുടെ മനസ്സിലേക്കും ചിന്തകളിലേക്കും ഒരു വിരക്തൻ്റെ ഭാവം പെട്ടെന്ന് വ്യാപിച്ചു. അവൻ സോനുവിനെ അടുത്ത് വിളിച്ചു. സിസ്റ്റർ പവിത്ര അറിയിച്ച കാര്യം പറഞ്ഞു. സോനുവിന് അപ്പോഴും നിസ്സംഗതയാണുണ്ടായത്. റോണി, സങ്കടമായോ? സോനു സങ്കടാവത്തോടെ ചോദിച്ചു. ഇല്ല സോനു, സിസ്റ്റർ പറഞ്ഞത് കേട്ടപ്പോൾ പെട്ടെന്നൊരു ഷോക്കുണ്ടായി. ഞാൻ ഇപ്പോഴത് ഓർക്കുകയും ചെയ്തു. ഒന്ന് തിരിഞ്ഞു കിടക്കാൻ, തനിയെ ഒന്ന് എഴുന്നേൽക്കാൻ, ഇത്തിരി നടക്കാൻ കഴിയണമെന്ന് മാത്രം ആഗ്രഹിച്ചിരുന്നവനല്ലേ ഞാൻ. ഇപ്പോൾ എത്ര വലിയ അനുഗ്രഹമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. വിവാഹത്തെക്കുറിച്ച് പെട്ടെന്ന് ചിന്തിച്ചത് സോനുവിനെ കരുതി കൂടിയാണ്. റോണി, ഡോക്ടർ പറഞ്ഞത് അംഗീകരിച്ചുകൊണ്ട് വിവാഹം നടത്തിക്കൂടെ? റോണിയെ സ്നേഹിച്ചും പരിചരിച്ചും ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത് പോലെ എന്നും കഴിയാൻ ഞാൻ തയ്യാറാണ്. ധീരവും ദൃഢവുമായിരുന്നു സോനുവിൻ്റെ ശബ്ദം. റോണി മൃദുവായി പുഞ്ചിരിച്ചു. സോനു, ബലഹീനതകൾ മുഴുവൻ എനിക്കാണ്. സോനു എല്ലാം തികഞ്ഞൊരു സ്ത്രീ. ജീവിതത്തിനും മരണത്തിനുമിടയിൽ ഞാനായിരുന്നപ്പോൾ സോനു വന്നു. മരണത്തിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തി. ഇനി അയോഗ്യതകളുള്ള എന്നെ വിവാഹം കഴിച്ച് ആ ജീവിതം നഷ്ടപ്പെടുത്താൻ ഞാൻ സമ്മതിക്കില്ല. റോണി, മറ്റു സ്ത്രീകളെപ്പോലെ ആഘോഷത്തോടെയുള്ള വിവാഹവും ഭർത്താവും കുഞ്ഞുങ്ങളുമൊക്കെയായി ആർഭാടത്തോടെയുള്ള ജീവിതമൊന്നും എൻ്റെ ആഗ്രഹമല്ല. ഒരുവിധം സ്വസ്ഥമായി ജീവിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് എല്ലാം അറിയാം സോനു. സുരക്ഷിതമായ ഒരിടത്ത് വിശ്വസിക്കാവുന്ന ഒരാളുടെ കയ്യിൽ സോനുവിനെ ഞാൻ എത്തിക്കും. ആ വ്യക്തിയുടെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അവന് സമ്മതമാണ്, സന്തോഷമാണ് സോനുവിനെ വിവാഹം കഴിക്കാൻ. മനസ്സിലാകാത്ത മട്ടിൽ സോനു അവനെ വീഴ്ച നോക്കി. ആരാണെന്ന് പക്ഷേ അവൾ ചോദിച്ചില്ല. ജീവിതത്തിൻ്റെ ഗതിവിഗതികൾ അനുനിമിഷം മാറി മറിയുന്നു. ആരെയും ആഗ്രഹിക്കാനോ വരുന്നയാളെ തിരസ്കരിക്കാനോ തനിക്കാവില്ല. പ്രതിസന്ധികളിൽ നട്ടം തിരിയുമ്പോഴൊക്കെ ദൈവത്തിൻ്റെ ഒരു അദൃശ്യകരം തനിക്ക് തുണയായി എത്തുകയാണ്. റോണി തനിക്ക് വേണ്ടി കണ്ടെത്തിയിരിക്കുന്നത് അജേഷ് ചേട്ടനെ ആയിരിക്കുമോ? സോനു ചിന്താകുലയായി അടുക്കളയിലേക്ക് നടന്നു. അന്ന് ഉച്ചകഴിഞ്ഞ് 2 മണി നേരത്ത് മാവുങ്കൽ വീട്ടിൽ റോണിയെ കാണാൻ ഒരാളെത്തി. ജോണങ്കിൽ, അജേഷിൻ്റെ പപ്പ. കനലെരിയുന്ന കണ്ണുകളോടെ സ്വീകരണ മുറിയിൽ അയാൾ റോണിക്ക് അഭിമുഖമായിരുന്നു. എടാ, എൻ്റെ മകൻ അജേഷിൻ്റെ ഭാര്യ മരിച്ച 6 മാസം കഴിയുന്നതിന് മുമ്പേ അവന് കല്യാണാലോചനകൾ വന്നു തുടങ്ങിയതാ. 2ാം കെട്ടുകാരല്ല, ആദ്യത്തെ ആലോചനക്കാരും ഉണ്ടായിരുന്നു. വന്നവരെയൊക്കെ അവൻ ഓടിച്ചു. മേലിൽ ഇക്കാര്യം പറഞ്ഞ് ആരും വന്നു പോകരുതെന്ന് വിലക്കുകയും ചെയ്തു. വയസ്സ് 32 ഉള്ളൂ. എന്നത്തേക്കും അവനെ ഇങ്ങനെ ജീവിക്കാൻ നിനക്ക് കഴിയില്ല. വകതിരിവോടെ ചിന്തിക്ക് എന്നൊക്കെ പറഞ്ഞ് പലരെ കൊണ്ട് ഉപദേശിപ്പിച്ചു. അങ്ങേര് മഹാവ്രതത്തിൽ ഉറച്ചു നിന്നു. ഇപ്പം അവൻ കെട്ടാൻ സമ്മതം പറഞ്ഞിരിക്കുന്നു. പറ്റിയ ഒരു സാധനത്തിന്. നീയും നിൻ്റെ അപ്പനും കൂടെ ഇവിടെ കയറ്റി താമസിപ്പിച്ചിരിക്കുന്ന ആ തേവിടിച്ചിയെ നിനക്ക് പെണ്ണ് കെട്ടാനുള്ള കഴിവില്ലെന്ന് ഡോക്ടർ പറഞ്ഞപ്പം അവളെ എൻ്റെ മകൻ്റെ തലയിൽ കെട്ടിവയ്ക്കാൻ നോക്കുന്നു അല്ലടാ. അങ്കിളിൻ്റെ മകൻ പ്രായപൂർത്തിയായവനും സുബോധമുള്ളവനുമാ. അവൻ്റെ ഇഷ്ടമനുസരിച്ച് അവൻ സോനുവിനെ കെട്ടുകയോ കെട്ടാതിരിക്കുകയോ ചെയ്യും. വെറുതെ പ്രശ്നമുണ്ടാക്കരുത്. ഉണ്ടാക്കുമടാ, പ്രശ്നമുണ്ടാക്കും. ഒറ്റ മകനാണെന്നൊന്നും ഞാൻ കണക്കാക്കുകയല്ല. എന്നെ ധിക്കരിച്ചാൽ അവന് പെരുവഴിയാകും ശരണം. 1 സെൻറ്റ് ഭൂമി പോലും ഇല്ല അവൻ്റെ പേരിൽ. സ്വന്തമായ ജോലിയുമില്ല. ആ പഴച്ചവളെ കെട്ടി വലിച്ചുകൊണ്ട് വന്നാൽ അടിച്ചിറക്കും ഞാൻ. പിന്നെ ഒരു സൂചി കുത്താനുള്ള മണ്ണ് ഞാൻ ഉണ്ടാക്കിയതിൽ നിന്ന് അവന് കൊടുക്കുകയുമില്ല. പറഞ്ഞേക്കാം. ജോൺ വിറക്കൊണ്ടു. അങ്കിൾ, ഒരു കാര്യം പറഞ്ഞേക്കാം. ഇവിടെ എൻ്റെ വീട്ടിലിരുന്ന് സോനുവിനെ ആക്ഷേപിച്ച് ഇനിയും പറഞ്ഞാൽ ഇറങ്ങിപ്പോകാൻ എനിക്ക് പറയേണ്ടി വരും. ജോൺ മുഷ്ടി ചുരുട്ടി ടീപ്പോയിൽ ആഞ്ഞടിച്ചു. പിന്നെ പിഴഞ്ഞെണീറ്റു. നിനക്ക് വന്നതൊന്നും ആയിട്ടില്ലടാ. വരാനിരിക്കുന്നതേയുള്ളൂ. അനുഭവിക്കറാ നീ. ശാപം ചൊരിഞ്ഞുകൊണ്ട് ജോൺ ഇറങ്ങിപ്പോയി.
മനസ്സുകൊണ്ട് പൂർണ്ണമായും ഒരു വിരക്ത ജീവിതം റോണി സ്വയം സ്വീകരിച്ചു. വസ്ത്രധാരണത്തിലും വലിയ മാറ്റമാണ് വരുത്തിയത്. നഗരത്തിലെത്തി കാവി നിറമുള്ള ഖദർ ചുപ്പയും മുണ്ടും കഴുത്തിൽ ചുറ്റിയിടാനുള്ള ഷോളുകളും അവൻ വാങ്ങിച്ചു. അത് ധരിച്ചു തുടങ്ങിയപ്പോൾ അവന് വിവേകാനന്ദ സ്വാമിയുമായി നല്ല സ്വാമ്യമുണ്ടായി. താൻ സമ്പാദിച്ചതും പിതൃസ്വത്തായി കിട്ടിയതുമായ വസ്തുവകൾ പലരുടെ പേർക്കായി എഴുതി വെച്ചു. ഒരു ഞായറാഴ്ച വൈകുന്നേരം അജേഷ് റോണിയെ കാണാനെത്തി. മനസ്സിൻ്റെ ടെൻഷൻ മൂലമായിരിക്കാം അവൻ തീർത്തും ക്ഷീണിതനായി കാണപ്പെട്ടു. റോണി, ഈ വിവാഹം നടന്നാൽ ഞാൻ മിക്കവാറും വീട്ടിൽ നിന്ന് പുറത്തായേക്കും, അജേഷ് പറഞ്ഞു. അത് നല്ലതാണ്. ആ വീട്ടിൽ താമസിച്ചാൽ സോനുവിനെ അങ്കിളും ആൻറ്റിയും കൂടി കടിച്ചു കീറില്ലേ? ഇറക്കി വിട്ടാൽ ഞങ്ങൾ എവിടെ പോകും റോണി? അതിന് ഞാൻ വഴിയുണ്ടാക്കിയിട്ടുണ്ട്. വിവാഹം കഴിഞ്ഞിറങ്ങുമ്പോൾ നിങ്ങൾക്ക് കയറി ചെല്ലാൻ ഒരു വീടുണ്ടാകും. പള്ളിയിൽ വെച്ച് നടത്താനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോ? ഏതാണ്ടൊക്കെയായി. ഇനി സോനുവിൻ്റെ ഇടവകയിൽ നിന്നൊരു കത്തുകൂടി കിട്ടിയാൽ മതി. നിങ്ങളുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടക്കുന്നതാണ് നല്ലത്. കുടുംബ കോടതിയിൽ നിന്നും എനിക്ക് നോട്ടീസ് കിട്ടിക്കഴിഞ്ഞു. അതിൽ സൂചിപ്പിച്ചിരിക്കുന്ന ആരോപണങ്ങൾ തലമരവിപ്പിക്കുന്നതാണ്. റോണി, എന്താ നിൻ്റെ മനസ്സിൽ? തനിക്കിവിടെ ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ ആലോചനയിലുണ്ട്. തീരുമാനമാകുമ്പോൾ പറയാം. അവൻ പുഞ്ചിരിച്ചു. നീ എന്താ ഇങ്ങനെ ഒരു വേഷത്തിൽ? സന്യാസിമാരെ പോലെ. ശരിക്കും ബോറാണ് കേട്ടോ. അജേഷ് റോണിയുടെ പുതിയ വേഷം ശ്രദ്ധിച്ചുകൊണ്ട് പറഞ്ഞു. എടാ, ഒടേ തമ്പുരാൻ എനിക്ക് നിശ്ചയിച്ചു വെച്ച യഥാർത്ഥ വേഷം ഇതാണ്. ഏറ്റവും സുന്ദരിയായ പെണ്ണിനെ കെട്ടാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചവൻ്റെ അവസ്ഥ കണ്ട് ഞാൻ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞു പോന്ന പെണ്ണുങ്ങളൊക്കെ പൊട്ടിച്ചിരിക്കട്ടെ. നിരാശയൊന്നുമില്ല. ബന്ധങ്ങളെയും ബന്ധുക്കളെയും ഉപേക്ഷിച്ച് കടവും കടപ്പാടുകളും തീർത്ത് സ്വസ്ഥമായി എനിക്ക് കുറച്ചു നാളിങ്ങനെ ജീവിക്കണം. റോണി എന്തൊക്കെയോ വ്യത്യസ്തമായി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് അജേഷിന് തോന്നി. റോണിയുടെ വിവാഹം നടത്താൻ മുന്നിട്ടിറങ്ങിയപ്പോൾ അത് സ്വന്തം വിവാഹമായി മാറിയിരിക്കുന്നു. വിധിയുടെ വൈചിത്യമോർത്ത് അവൻ അതിശയിച്ചു. അന്ന് വൈകുന്നേരം 5 മണിയോടെ റോണി സ്വയം കാറോടിച്ച് ടോണിച്ചേട്ടൻ്റെ വീട്ടിലേക്ക് പോയി. തന്നെ ഏറ്റവും അധികം വെറുക്കുന്ന മമ്മിയെയും ടോണിച്ചേട്ടനെയും ഒന്ന് കാണണം. പപ്പ മരിച്ചപ്പോൾ ഒന്ന് കാണാൻ പോലും വരാത്തവരോടും സ്നേഹത്തോടെ യാത്ര പറയണം. അരമണിക്കൂർ കൊണ്ട് അവൻ സ്ഥലത്തെത്തി. സിറ്റൗട്ടിൽ കയറി ബെല്ലടിച്ചു. അകത്ത് കാൽപെരുമാറ്റം കേട്ടു. ഡോർ തുറന്ന് എത്തി നോക്കിയത് ടോണിയാണ്. നീയോ? വാ, കയറിയിരിക്കെ, ടോണി വിസ്മയത്തോടെ പറഞ്ഞു. അവൻ്റെ മുഖത്ത് പിരിമുറുക്കമുണ്ടായി. റോണി സ്വീകരണ മുറിയിലേക്ക് കടന്നു ചെന്നപ്പോൾ അവിടെ ഷേർലിയും നിഷയും ഉണ്ടായിരുന്നു. അയ്യോ റോണി, ഇത്രയുമൊക്കെ സുഖമായോ? അതിശയത്തോടെ നിഷ പറഞ്ഞു. അവൾ റിമോട്ട് കൊണ്ട് ടെലിവിഷൻ ഓഫാക്കി. ഷേർലി റോണിക്ക് മുഖം കൊടുക്കാതെ അവിടെ നിന്ന് മാറിപ്പോയി. എടാ, അങ്ങോട്ടിരിക്കേ, ടോണി കസേര ചൂണ്ടി പറഞ്ഞു. റോണി ജ്യേഷ്ഠന് അഭിമുഖമായി കസേരയിലിരുന്നു. മറ്റവളെ അജേഷിൻ്റെ തലയിൽ വെച്ചു കൊടുത്തല്ലേ? അതേതായാലും നന്നായി, ടോണി പരിഹാസഭാവത്തിൽ പറഞ്ഞു. ടോണി ചേട്ടാ, ഞാൻ ആ കാര്യം പറയാൻ വന്നതല്ല. ഒരു ഡോക്യുമെൻ്റ് ടോണി ചേട്ടനെ ഏൽപ്പിക്കാൻ വന്നതാ. ഡോക്യുമെൻറ്റോ? എന്ത്? ഞാൻ താമസിക്കുന്ന നമ്മുടെ തറവാട്ട് വീടും ചുറ്റുമുള്ള 10 ഏക്കർ സ്ഥലവും എൻ്റെ പേരിലായിരുന്നല്ലോ. അത് ഞാൻ ടോണിച്ചേട്ടൻ്റെ പേരിൽ തീറാധാരം എഴുതിയിട്ടുണ്ട്. അത് തരാനാ. ടോണി അന്തിച്ചു നിന്നു. അയാൾക്കത് സത്യമാണെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നീ എന്താണ് പറയുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. ടോണി അനുജനെ പകച്ചു നോക്കി. റോണി തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫയലിൽ നിന്നും ആധാരമെടുത്ത് ടോണിയുടെ നേർക്ക് നീട്ടി. അവനത് വാങ്ങി തിടുക്കത്തിൽ വായിച്ചു നോക്കി. കോടികൾ വിലമതിക്കുന്ന സ്വത്ത് മുഴുവൻ റോണി തൻ്റെ പേർക്ക് തീറാധാരമായി എഴുതി നൽകിയിരിക്കുന്നു. ഇവനിത് എന്തു പറ്റി? താൻ അനുജനോട് ചെയ്ത കൊടും ക്രൂരതകളെല്ലാം ഒന്നൊന്നായി അവൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. ഇപ്പോൾ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഈ സ്വത്ത് സ്വന്തമാക്കാൻ വേണ്ടിയായിരുന്നല്ലോ താൻ അനുജനെ കൊല്ലാൻ ആളെ ഏർപ്പെടുത്തിയത്. ടോണിയുടെ കഠിനഹൃദയം മെല്ലെ ആർദ്രമായി കൊണ്ടിരുന്നു. മിഴികളിൽ നനവ് പടർന്നു. എനിക്ക് ആവശ്യത്തിലേറെ ഉണ്ടായിരുന്നല്ലോടാ. എല്ലാം കൂടെ കിട്ടിയിട്ട് ആർക്കാ പ്രയോജനം? നിനക്ക് വേണ്ടേ ഒന്നും? എനിക്കുണ്ടല്ലോ ടോണിച്ചേട്ടാ. വേറെ ഞാനുണ്ടാക്കിയതും പപ്പ തന്നതും മതി, ധാരാളം മതി. അനുഭവിക്കാൻ ചട്ടനോ മുടന്തനോ ആയിപ്പോലും ഒരു സന്തതിയില്ലാത്ത എനിക്ക് എന്തിനിതെല്ലാം? ടോണിയുടെ ശബ്ദമിട്ടാറി. വിഹുലമായ മുഖത്തോടെ തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ജ്യേഷ്ഠൻ്റെ ചുമലിൽ റോണി കൈതലമർത്തി. ടോണി ചേട്ടാ, ചേട്ടന് ഒരു മകനുണ്ടാകും. എൻ്റെ മനസ്സങ്ങനെ പറയുന്നു. അവന് നമ്മുടെ പപ്പയുടെ പേരിടണം, മാത്തുക്കുട്ടിയെന്ന്. നമ്മുടെ തറവാട്ടിൽ കൊച്ചു മാത്തുക്കുട്ടി പ്രതാപത്തോടെ ജീവിക്കും. ജനിക്കാനിരിക്കുന്ന ആ മകന് അവൻ്റെ ചിറ്റപ്പൻ്റെ സമ്മാനമാണ് തറവാടിൻ്റെ ആധാരം. എൻ്റെ പൊന്നനിയ, നിന്നെ ഞാൻ ഒത്തിരി ദ്രോഹിച്ചു. നമ്മുടെ പപ്പയെയും ഒരുപാട് വേദനിപ്പിച്ചു. നിങ്ങളെ ഞാനൊട്ടും മനസ്സിലാക്കിയില്ല. പൊറുക്കണോടാ, ടോണി അനുജനെ ഇറുകെ കെട്ടിപ്പുണർന്നുകൊണ്ട് പറഞ്ഞു. ജ്യേഷ്ഠനും അനുജനും തമ്മിലുള്ള സ്നേഹ ഊഷ്മള രംഗം കണ്ട് ചായയുമായി കടന്നു വന്ന നിഷയുടെ മിഴികളും നിറഞ്ഞു വന്നു. നഗരാതിർത്തി വിട്ടു കുന്നിൻ ചെരുവിലുള്ള കോൺവെൻറ്റിന് മുന്നിൽ കറുത്ത ഫോർഡ് ഐക്കൺ കാർ വന്നു നിന്നു. വാഹനത്തിൻ്റെ ശബ്ദം കേട്ട് മദർ സുപ്പീരിയർ സിസ്റ്റർ ലവ്ലി മുൻവശത്തെത്തി. കാവ്യവസ്ത്രം ധരിച്ച് ഷോൾ കഴുത്തിൽ വളച്ചിട്ട സുമുഖനായ യുവാവ് പുഞ്ചിരിയോടെ അടുത്തു ചെന്നു. ആരാ? സിസ്റ്റർ ലവ്ലി തിരക്കി. എൻ്റെ പേര് റോണി. എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു, അവൻ പറഞ്ഞു. കയറി വരൂ, സ്വീകരണ മുറിയിലിരുന്ന് സംസാരിക്കാം. സിസ്റ്റർ ലവ്ലി റോണിയെ ലളിതവും മനോഹരവുമായി ക്രമീകരിച്ച മുറിയിൽ സ്വീകരിച്ചിരുത്തി. ഭിത്തിയിൽ യേശു തോളിൽ ആട്ടിൻകുട്ടിയെയും ഏന്തി നിൽക്കുന്ന വലിയ ചിത്രമുണ്ടായിരുന്നു.
റോണിക്ക് എന്താ പറയാനുള്ളത്? സിസ്റ്റർ ചോദിച്ചു. അവൻ തൻ്റെ സാഹചര്യങ്ങൾ സാമാന്യം വിശദമായി തന്നെ സിസ്റ്റർ ലൗലിയെ പറഞ്ഞു കേൾപ്പിച്ചു. എല്ലാം കേട്ട ശേഷം അല്പനേരം സിസ്റ്റർ മൗനിയായിരുന്നു. ഞങ്ങൾ റോണിക്ക് എന്ത് സഹായമാണ് ചെയ്തു തരേണ്ടത്? അത് എൻ്റെ ശിഷ്ടകാലം ഇവിടെ ഈ അഗതികളിൽ ഒരാളായി കഴിയാനുള്ള സാഹചര്യമാണ് വേണ്ടത്. മിസ്റ്റർ റോണി, ഇവിടെ ഞങ്ങൾ അന്തേവാസികളായി സ്വീകരിക്കുന്നത് വൃദ്ധരെയും ബുദ്ധിമാന്ദ്യം വന്നവരെയും മാനസിക രോഗമുള്ളവരെയുമൊക്കെയാണ്. ഞങ്ങൾ സിസ്റ്റർമാരിൽ 3 പേർക്ക് ജോലിയുണ്ട്. അവരുടെ ശമ്പളവും മറ്റു ചില നല്ല മനുഷ്യർ നൽകുന്ന സംഭാവനകളും സഹായങ്ങളും കൊണ്ടാണ് ഒരുവിധത്തിൽ ഇവിടുത്തെ ചെലവുകൾ നടക്കുന്നത്. റോണിയെ പോലെ ഒരാൾക്ക് ഇവിടുത്തെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകാനാവില്ല. എനിക്കതിന് കഴിയും സിസ്റ്റർ. എൻ്റെ ഇന്നലകളെ മുഴുവനായി മറന്നിട്ടാണ് ഞാനിവിടെ വരുന്നത്. റോണി വിചാരിക്കും പോലെ എളുപ്പമായിരിക്കില്ലത്. മാനസിക രോഗികളിലും മന്ദബുദ്ധികളിലുമൊക്കെ വയലൻ്റ് സ്വഭാവമുള്ളവരുണ്ട്. പ്രായമായ അഗതികളുടെ കാര്യം അതിലും കഷ്ടമാണ്. വീട്ടുകാരും ബന്ധുക്കളും എല്ലാം ഉപേക്ഷിച്ച് ഒരു നിവൃത്തിയുമില്ലാതെ എത്തുന്നവരാണെങ്കിലും ഇത്തിരിയുമില്ല മര്യാദ. എന്നും ഇറച്ചിയും മീനുമൊക്കെ ഞങ്ങൾ എങ്ങനെ കൊടുക്കും? കറിക്ക് അല്പം ഉപ്പ് കൂടിയാൽ കൊടുക്കുന്നത് വലിച്ചെറിയുന്നവരുണ്ട്. എല്ലാ ശുശ്രൂഷയും ചെയ്തു കൊടുത്താലും ഞങ്ങളെ തെറി വിളിക്കും. ഇവരെയൊക്കെ കാണിച്ച് വിദേശത്ത് നിന്ന് പണം തട്ടുകയാണെന്നാണ് പറയുന്നത്. ഞങ്ങളുടെ സഹോദരികൾ ചിലപ്പോൾ പൊട്ടിക്കരഞ്ഞു പോയിട്ടുണ്ട്. സിസ്റ്റർ ലൗലി ആത്മാർത്ഥമായി പറഞ്ഞ കാര്യങ്ങൾ റോണി അതിശയത്തോടെയാണ് കേട്ടത്. എന്തായാലും സിസ്റ്റർ, ഇവരെയൊക്കെ പരിപാലിക്കുന്നത് വലിയ പുണ്യപ്രവൃത്തിയാണ്. നിങ്ങളുടെ ഈ സഹനത്തിൽ ഞാനും പങ്കാളിയാകാം. 1 കോടി രൂപയുടെ സമ്പത്ത് ഞാൻ ഈ സ്ഥാപനത്തിന് വാഗ്ദാനം ചെയ്യുകയാണ്. റോണിയുടെ തീരുമാനം നല്ലത് തന്നെ. എങ്കിലും മറ്റൊരു പ്രശ്നം അവശേഷിക്കുന്നു. താങ്കൾ തീരെ ചെറുപ്പമാണ്. അങ്ങനെയുള്ള ഒരാളെയും ഞങ്ങളിവിടെ സ്വീകരിക്കാറില്ല. ചെറുപ്പമാണെങ്കിലും എനിക്ക് പല ശാരീരിക ശേഷികളും ഇല്ലാത്തയാളാണ്. ദീർഘകാലം ജീവിച്ചിരിക്കുമെന്നും കരുതണ്ട. സിസ്റ്റർ പെട്ടെന്നൊരു പ്രഷർ വേരിയേഷൻ ഉണ്ടായാൽ മതിയല്ലോ പണി തീരാൻ. റോണിക്ക് വിഷമമായില്ലേ? ഞാൻ മടനിയമങ്ങൾ പറഞ്ഞതാണ്. ജനറേറ്റിൽ നിന്ന് അനുവാദം കിട്ടാതെ എനിക്കൊരു തീരുമാനം പറയാൻ പറ്റില്ല, സിസ്റ്റർ പറഞ്ഞു. എന്താ സിസ്റ്ററുടെ പേര്? റോണി തിരക്കി. ലൗലി. നന്നായി. ആ പേരിനർത്ഥം സ്നേഹമെന്നല്ലേ? അതെ, എനിക്ക് എല്ലാവരോടും സ്നേഹമുണ്ടല്ലോ. എങ്കിൽ ഈ അഗതിയെ ഉപേക്ഷിക്കരുത്. ഇല്ല, ഞാനിപ്പോൾ തന്നെ ജനറലേറ്ററിലേക്ക് വിളിച്ച് വിവരം പറയാം. തീരുമാനം അറിയിക്കുകയും ചെയ്യാം. മതി, അത്രയും മതി. റോണി അഡ്രസ് കാർഡ് എടുത്ത് സിസ്റ്ററിന് നൽകി. പിന്നെ യാത്ര പറഞ്ഞു. അജേഷിൻ്റെയും സോനുവിൻ്റെയും വിവാഹം തീർത്തും ലളിതമായി ഇടവക പള്ളിയിൽ വെച്ച് നടന്നു. ആകെ 11 പേർ മാത്രമാണ് ചടങ്ങിനെത്തിയത്. നഗരത്തിലെ ഹോട്ടലിൽ കയറി അവരൊന്നിച്ച് ആഹാരം കഴിച്ചു. തൂവെള്ള ഒറ്റയുടുപ്പ് ധരിച്ച റിങ്കുമോൾ സോനുവിൻ്റെ കൈ പിടിച്ച് എപ്പോഴും ഒപ്പം നിന്നു. അവൾക്ക് ഇന്നു മുതൽ സോനു ആൻറ്റിയല്ല, മമ്മിയാണ്. അവൾ നേടിയെടുത്ത പ്രിയപ്പെട്ട മമ്മി. വധുവരന്മാർ കയറിയ കാർ ഓടിച്ചത് റോണിയാണ്. മറ്റുള്ളവരെയും കയറ്റി മോഹനൻ മറ്റൊരു കാറിൽ അനുഗമിച്ചു. മെയിൻ റോഡരികിൽ റോണി സ്വന്തമായി വാങ്ങിച്ച 1.5 ഏക്കറിലെ ചെറിയ വീട്ടിലേക്കാണ് അവർ പോയത്. വീട്ടുമുറ്റത്ത് എല്ലാവരും കാറിൽ നിന്നിറങ്ങി. ഇവിടെ വെച്ച് ഒരു ചെറിയ ചടങ്ങുണ്ട്. അജേഷും സോനുവും റിങ്കുമോളും ഇങ്ങടുത്തു വരണം, റോണി പറഞ്ഞു. 3 പേരും അവൻ്റെ അടുത്തേക്ക് ചെന്നു. റോണിയുടെ കയ്യിൽ എന്തൊക്കെയോ ഡോക്യുമെൻറ്റ്സ് ഉണ്ടായിരുന്നു. അജേഷ്, ഇത് ഈ വീടിരിക്കുന്ന 1.5 ഏക്കർ സ്ഥലത്തിൻ്റെ ആധാരമാണ്. എൻ്റെ പപ്പ മരിക്കുന്നതിന് അല്പം മുമ്പ് എന്നോടൊരു കാര്യം പറഞ്ഞു. സോനുവിന് ഒരു സുരക്ഷിതമായ ജീവിതം ഉണ്ടാക്കി കൊടുക്കണമെന്ന്. പപ്പ മരിച്ചതും സോനുവിൻ്റെ മടിയിൽ കിടന്നാണ്. അജേഷിൻ്റെയും സോനുവിൻ്റെയും പേരിലെഴുതിയ ഈ ആധാരം നിങ്ങൾ വാങ്ങണം. നമ്മുടെ റിങ്കുമോൾക്ക് ഇതിൽ അവകാശം വച്ചിട്ടുണ്ട്. എന്നെ ഹോസ്പിറ്റലിൽ സഹായിക്കാൻ അവളും ഉണ്ടായിരുന്നല്ലോ, റോണി പറഞ്ഞു. ഒരുമിച്ച് ആധാരം കയ്യിൽ വാങ്ങുമ്പോൾ സോനുവിൻ്റെ കണ്ണു നിറഞ്ഞു. ഇപ്പോൾ അച്ചായം കൂടി ഉണ്ടായിരുന്നെങ്കിൽ, അവൾ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. അധികം വലിപ്പമില്ലെങ്കിലും എല്ലാ സൗകര്യങ്ങളോടും കൂടിയതായിരുന്നു ആ കൊച്ചുവീട്. മുറ്റത്തിനരികിൽ നിറയെ കാഴ്ച മാവൊരെണ്ണം തണൽ പരത്തി നിന്നിരുന്നു. റോണിയും മോഹനനും ചേർന്നാണ് വധുവരന്മാരെ വീട്ടിലേക്ക് കൈപ്പിടിച്ച് കയറ്റിയത്. പെട്ടെന്ന് വസ്ത്രം മാറി ചുരിദാർ ധരിച്ച സോനു ആതിഥേയയായ വീട്ടമ്മയായി മാറി. അവൾ അടുപ്പിൽ തീ കത്തിച്ചു. കലത്തിൽ കടും കാപ്പി തിളപ്പിച്ചു. അത് ഗ്ലാസ്സിൽ പകർന്ന് ഓരോരുത്തർക്കും നൽകി. കാപ്പി കുടിച്ച ശേഷം റോണി പോകാൻ എഴുന്നേറ്റു. അജേഷ്, സോനു, 2 പേരും എന്നും സന്തോഷമായിട്ട് ജീവിക്കണം. പപ്പയും അമ്മയും ഒക്കെ ഇപ്പോൾ പിണക്കം കാണിക്കുമെന്നെങ്കിലും പിന്നെ അത് മാറും. സോനു അവർക്ക് പ്രിയപ്പെട്ട മക്കളായി തീരും. നമ്മുടെ റിങ്കുമോളെയും ഒട്ടും വിഷമിപ്പിക്കരുത്, റോണി ഉപദേശിക്കും പോലെ പറഞ്ഞു. അജേഷും സോനുവും സങ്കടഭാവത്തിൽ നിന്നു. റോണി ഇനി തനിച്ചാകുമല്ലോ, സോനു ഗദ്ഗദത്തോടെ പറഞ്ഞു. ഇല്ല സോനു, ഞാൻ നാളെ രാവിലെ തന്നെ വളരെ പേരുള്ള ഒരു സമൂഹത്തിലേക്ക് പോകുകയാണ്. കോൺവെൻറ്റ് വക അഗതി മന്ദിരമാണത്. എന്നെ അവിടെ സ്വീകരിക്കാൻ സമ്മതമാണെന്ന് അല്പം മുമ്പ് അറിയിപ്പ് കിട്ടി. നിങ്ങൾ 3 പേരും കൂടി എന്നെ യാത്രയാക്കാൻ നാളെ വീട്ടിലേക്ക് വരണം. റോണി പറഞ്ഞതിൻ്റെ പൊരുൾ അവർക്ക് പൂർണ്ണമായും പിടികിട്ടിയില്ല. റോണിക്ക് മുമ്പേ കാറിനടുത്തേക്ക് നടന്നകന്ന മോഹനൻ്റെ അടുത്തേക്ക് സോനു ഓടിയെത്തി. മോഹനൻ ചേട്ടാ. ഒരുപാട് അർത്ഥങ്ങൾ ആ ശബ്ദത്തിലുണ്ടായിരുന്നു. അയാൾ അവളെ തിരിഞ്ഞു നോക്കി. കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു. നീ നല്ലവളാ, നല്ലത് വരും, ചെല്ലേ. അങ്ങനെ പറഞ്ഞ് അയാൾ നടന്നു. കാറിൽ കയറി സ്റ്റാർട്ടാക്കിയപ്പോൾ റോണി മുൻസീറ്റിൽ കയറിയിരുന്നു. കാർ ഓടിയാകുന്നു.
പിറ്റേന്ന് രാവിലെ അഗതി മന്ദിരത്തിലേക്ക് റോണിയെ യാത്രയാക്കാൻ അജേഷും സോനുവും റിങ്കുമോളും മാവുങ്കൽ വീട്ടിലെത്തി. ആരെയും കൂട്ടിക്കൊണ്ടു പോകാൻ അവൻ തയ്യാറായില്ല. പുതിയതായി വാങ്ങിയ ഫോർച്യൂൺ കാറിലേക്ക് ലഗേജ് എടുത്തു വച്ചതും മോഹനും അജേഷും സോനുവും ചേർന്നാണ്. റോണി മോഹനെ നോക്കി. അയാൾ വിങ്ങി വിതുമ്പി നിൽക്കുകയായിരുന്നു. മോഹൻ ചേട്ടാ, ഇന്നോവ ചേട്ടൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഞാൻ പുതിയ വണ്ടിയിൽ പോയിക്കോളാം. വല്ലപ്പോഴും എന്നെ കാണാൻ വരണം, അവൻ പറഞ്ഞു. ഒന്നും പറയാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മോഹനൻ മാറിപ്പോയി. റോണിയങ്ങൾ എങ്ങോട്ടാ പോകുന്നേ? റിങ്കുമോൾ സങ്കടഭാവത്തോടെ ചോദിച്ചു. അങ്കിൾ കുറച്ചകലെ ഒരു സ്ഥലത്തേക്ക് പോകുക മോളെ, കുനിഞ്ഞ് അവളുടെ ചുമലിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഇനി എന്നാ വരുന്നേ? വരും, ഒരിക്കൽ റിങ്കുമോളുടെ വീട്ടിൽ വരുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ് തൻ്റെ പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കൂടി നോക്കിയിട്ട് റോണി പുത്തൻ ഫോർച്യൂണിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു. പിന്നെ അത് സ്റ്റാർട്ടാക്കി ഓടിച്ചു പോയി. 12 മണിയായപ്പോൾ റോണി കോൺവെൻറ്റിലെത്തി. അവനെ സ്വീകരിക്കാൻ സിസ്റ്റർ ലൗലിയും മറ്റൊരു സിസ്റ്ററും അടുത്തേക്ക് വന്നു. ഇതെന്താ റോണി, ഒരു പ്രത്യേകതരം വേഷമൊക്കെ? സിസ്റ്റർ ലൗലി റോണിയുടെ കാവ്യവേഷം കണ്ടു തിരക്കി. ഒരു വിരക്ത ജീവിതം തുടങ്ങുമ്പോൾ എന്നെ തന്നെ അത് എപ്പോഴും ഓർമ്മിപ്പിക്കാൻ ഇങ്ങനെയൊന്നും നല്ലതാണ് സിസ്റ്റർ, അവൻ പുഞ്ചിരിയോടെ പറഞ്ഞു. ശരി ശരി, കയറി വരൂ. സിസ്റ്റർമാർ റോണിയെ സ്വീകരണ മുറിയിലേക്ക് സ്വീകരിച്ചിരുത്തി. റോണി, ഇവിടുത്തെ അന്തേവാസികൾക്കൊപ്പം ജീവിക്കണമെന്ന് വാശി പിടിക്കേണ്ട. അത് വിശുദ്ധർക്ക് പോലും സാധിക്കുന്ന കാര്യമല്ല. റോണിക്ക് സ്വസ്ഥമായി താമസിക്കാൻ ഇവിടെ ഒരു കൊച്ചുമുറി ഞങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. എന്തെങ്കിലും വായിക്കാനും എഴുതാനുമൊക്കെ സൗകര്യം കിട്ടും, സിസ്റ്റർ ലവലി പറഞ്ഞു. അതൊരു നല്ല കാര്യമാണ് സിസ്റ്റർ, നന്ദിയുണ്ട്, അവൻ സിസ്റ്റർക്ക് മുമ്പിൽ കൈകൂപ്പി. അപ്പോൾ ട്രേയിൽ കാപ്പിയും പലഹാരങ്ങളുമായി പൂർണ്ണമായും വെള്ളവസ്ത്രം ധരിച്ച ഒരു സിസ്റ്റർ കടന്നു വന്നു. ട്രേ മേശപ്പുറത്ത് വെച്ചിട്ട് നിസ്സംഗഭാവത്തോടെ അവർ പോയി. റോണി, ഡ്രൈവറെ കൂടി വിളിച്ചോളൂ, സിസ്റ്റർ ഓർമ്മിപ്പിച്ചു. ഡ്രൈവറില്ല സിസ്റ്റർ, ഞാൻ തന്നെയാണ് കാർ ഓടിച്ചു പോകുന്നത്. വാഹനം ഈ സ്ഥാപനത്തിന് നൽകാമെന്നാണ് വിചാരിക്കുന്നത്. ഓ, ദൈവത്തിന് നന്ദി. ഇവിടെ രാത്രിയിലൊക്കെ ഓരോ ഹോസ്പിറ്റൽ കേസ് ഉണ്ടാകുമ്പോൾ ഒരു വാഹനത്തിന് വേണ്ടി ഞങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ടാറുണ്ട്. സിസ്റ്റർ ലവലിക്ക് ഒത്തിരി സന്തോഷമായി. റോണിയുടെ അഗ്നിമന്ദിരത്തിലെ പുതിയ ജീവിതം അവിടെ ആരംഭിച്ചു. പിറ്റേന്ന് വൈകുന്നേരം പൂന്തോട്ടത്തിന് സമീപമുള്ള വലിയ അത്തിമരത്തണലിൽ ടാഗോറിൻ്റെ ഗീതാഞ്ജലി വായിച്ചിരിക്കുകയായിരുന്നു റോണി. കോൺവെൻറ്റ് മുറ്റത്തേക്ക് ഒരു പുത്തൻ വെൻഡോ കാർ വന്നു നിന്നു. അതിൽ നിന്നും ജീൻസും ഷർട്ടും ധരിച്ച സുമുഖനായ യുവാവും ചുരിദാർ ധരിച്ച സുന്ദരിയും പുറത്തിറങ്ങി. റോണി അലസമായി അവരെ നോക്കി. റിൻസി, ഒപ്പമുള്ളത് ഭർത്താവായിരിക്കും. ബന്ധത്തിൽ ഒരു സിസ്റ്റർ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഇവിടെയായിരിക്കും. വിവാഹശേഷം കാണാനെത്തിയതാണ്. എന്തുമാകട്ടെ, റോണിയുടെ മനസ്സിന് തെല്ലും ചാഞ്ചല്യം ഉണ്ടായില്ല. അവൻ അവരിൽ നിന്നും നോട്ടം പിൻവലിച്ചു. ശ്രദ്ധ പുസ്തകത്താളുകളിലേക്കായി. ശുഭം.